നമ്മുടെ സെക്കൻഡ് സെഷന് നമുക്ക് ആരംഭിക്കാനായിട്ടുള്ള സമയമായി. നമുക്ക് ആദ്യത്തെ സെഷനിൽ കർത്താവ് നമ്മുടെ ഹൃദയത്തോടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ സെഷന് വേണ്ടി നമുക്ക് ആദ്യത്തെ വേറെ കിടന്നു പ്രാർത്ഥിക്കും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കഴിഞ്ഞ ഒരു സെഷനിൽ ദൈവത്തിൻ്റെ ആത്മാവ് വളരെ വ്യക്തമായിട്ട് തന്നെ സംസാരിച്ചുകൊണ്ടിരുന്നു. ഈ ഒരു സെക്ഷന് വേണ്ടിയും മനുഷ്യ ശബ്ദമല്ല ദൈവശബ്ദം തന്നെ കേൾപ്പാൻ തക്കോണം നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, ദൈവസന്നിധി പ്രാർത്ഥിക്കാം. നല്ലവനും പരിശുദ്ധനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നീ ഞങ്ങളോട് വ്യക്തിപരമായിട്ട് തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനായിട്ട് നന്ദിയോട് സ്തോത്രം കർത്താവേ. കർത്താവ് ഈ സെഷനും കർത്താവ് ഞങ്ങളുടെ കരങ്ങളിലേക്ക് തന്നെ തരുന്നു കർത്താവേ. വളരെ വ്യക്തമായിട്ട് തന്നെ ഓരോ ഹൃദയങ്ങളോട് സംസാരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കർത്താവെ തകർത്ത് പണിയുവാൻ തക്കോണം കർത്താവേ, നീ സവനെ യൂസ് ചെയ്യുമ്പോൾ കർത്താവേ, നിൻ്റെ സന്നിധിയിൽ കർത്താവ് വളരെ മനസ്സോടുകൂടെ തന്നെ കർത്താവേ, വളരെ കോൺസെൻട്രേറ്റഡ് ആയിട്ട് തന്നെ കർത്താവായിരിക്കാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ശത്രു ഞങ്ങളുടെ ആരുടെയും ചിന്തകൾ എടുത്തുകൊണ്ട് പോകാൻ ഇടവരുത്തരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. പരിശുദ്ധാത്മാവ് തന്നെ കർത്താവെ ഓരോ ഹൃദയങ്ങളെ ടച്ച് ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കർത്താവെ ഓരോരുത്തരും കർത്താവെ ആഴമേറിയ മാനസാന്തരത്തിലേക്ക് നയിക്കപ്പെടുവാൻ തക്കോണം കർത്താവേ, എൻ്റെ പരിശുദ്ധാത്മാവ് വ്യക്തിപരമായിട്ട് തന്നെ ഇടപെട്ടുകൊണ്ടിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കടന്നു വന്നിരിക്കുന്ന ഓരോ മക്കളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഓരോരുത്തരോടും കർത്താവേ ഇന്ന് നീ തന്നെ സംസാരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സവൻ്റെ നാവിനെ കർത്താവേ അതിനുവേണ്ടി യൂസ് ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സവനെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ, സവനെ കൂടെ ഇരുന്ന് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കടന്നു വന്ന എല്ലാവരും കർത്താവേ ഒരു ബ്ലെസ്സിങ് ആക്കി തീർക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. പ്രാർത്ഥന കേട്ടനായി സ്തോത്രം കർത്താവേ. മാനവും മഹത്വം എടുക്കണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു, കേൾക്കുമാറാകണമേ പിതാവേ. Abba, Father, let me be yours and yours alone. Abba, Father, let me be yours and yours alone. May my will forever be evermore your own. Abba, Father, let me be yours and yours alone. Abba, Father, let me be yours and yours alone. Never let my heart grow cold, never let me go. Abba, Father, let me be yours and yours alone. Abba, Father, let me be yours and yours alone. Never let my heart grow cold, never let me go. Abba, Father, let me be yours and yours alone. Abba, Father, let me be yours and yours alone. നമ്മൾ ആ പാട്ട് പാടിയപ്പോൾ as we sang that song, is it our commitment? What are we singing? Lord, let me be yours alone. കർത്താവേ, ഞാൻ നിൻ്റേത് മാത്രമായിരിക്കട്ടെ. And ever let it be the same. കർത്താവേ, എന്നും ഇന്ന് മാത്രമുള്ളൊരു തീരുമാനമല്ല, ഒരാഴ്ചത്തെ തീരുമാനമല്ല, എന്നും കർത്താവേ അങ്ങനെ തന്നെ ആയിരിക്കട്ടെ. And it's a cry from our heart. നമ്മുടെ ഹൃദയത്തിലെ ഒരു കരച്ചിലാണ് കർത്താവ്, never let my heart grow cold towards you. പിതാവേ, നിന്നോട് കർത്താവേ എൻ്റെ ഹൃദയം ഒരിക്കൽ പോലും ഒരു തണുത്തൊരു സമീപനത്തിൽ വരുവാൻ കർത്താവ് ഇടയായിത്തീരരുതേ. Is it a cry today when we sing this song? Once again we'll sing that song.
Abba, Father, let me be yours and yours alone. Abba, Father, let me be yours and yours alone. May my will forever be evermore your own. Abba, Father, let me be yours and yours alone. Abba, Father, let me be yours and yours alone. Never let my heart grow cold. Never let me go. Abba, Father, let me be yours and yours alone. Abba, Father, let me be yours and yours alone. നമുക്കൊരു മലയാളം സോങ് പാടാം. സോങ് നമ്പർ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ. സ്നേഹമാധുര്യം ചിന്താതീതമത്രേ. എത്രയാഴമേ യേശുവിൻ സ്നേഹമേ, എത്രയാഴമേ യേശുവിൻ സ്നേഹമേ. ആയതിൻ ജ്ഞാനമേ ജീവിത ഭാഗ്യമേ, ആയതിൻ ജ്ഞാനമേ ജീവിത ഭാഗ്യമേ. യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നേ. യേശുവിൻ സ്നേഹം ചിന്താതീതമത്രേ. തൻ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ. ലോകസ്ഥാപനം മുന്നെയും കണ്ടല്ലോ, ലോകസ്ഥാപനം മുന്നെയും കണ്ടല്ലോ. ലോകത്തിൽ വന്നു താൻ ജീവനെ തന്നല്ലോ, ലോകത്തിൽ വന്നു താൻ ജീവനെ തന്നല്ലോ. എത്രയോ ശ്രേഷ്ഠമാ സ്വർഗീയ വിളിയ, എത്രയോ ശ്രേഷ്ഠമാ സ്വർഗീയ വിളിയ. എന്നെയും യോഗ്യനായി എണ്ണിയ സ്നേഹമേ, എന്നെയും യോഗ്യനായി എണ്ണിയ സ്നേഹമേ. യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നേ. യേശുവിൻ മാധുര്യം ചിന്താതീതമത്രേ. തൻ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ. സിയോനിലെനിക്കായി മൂലക്കല്ലാകുവാൻ, സിയോനിലെനിക്കായി മൂലക്കല്ലാകുവാൻ. സിയോനിലെന്നെയും ചേർത്തു പണിയുവാൻ, സിയോനിലെന്നെയും ചേർത്തു പണിയുവാൻ. സ്വർഗീയ താതന് വിലയും തികച്ചു, സ്വർഗീയ താതന് വിലയും തികച്ചു. സ്വർഗീയ ശില്പിയാ യേശുവിൻ സ്നേഹമേ, സ്വർഗീയ ശില്പിയാ യേശുവിൻ സ്നേഹമേ. യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നേ. സ്നേഹമാധുര്യം ചിന്താതീതമത്രേ.
സ്നേഹമാധുര്യം ചിന്താതീതമത്രേ അത്ഭുത സ്നേഹമാ സ്വർഗീയ ദാനത്താൽ അത്ഭുത സ്നേഹമാ സ്വർഗീയ ദാനത്താൽ സമ്പൂർണ്ണനാക്കിടും എന്നെയും തന്നെ പോ സമ്പൂർണ്ണനാക്കിടും എന്നെയും തന്നെ പോ ശത്രുവമെന്നെയും തൻ സ്വന്തമാക്കിയ ശത്രുവമെന്നെയും തൻ സ്വന്തമാക്കിയ സ്നേഹസ്വരൂപനേ അതുല്യ സ്നേഹമേ സ്നേഹസ്വരൂപനേ അതുല്യ സ്നേഹമേ യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നേ തൻ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ തൻ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ കർത്താവ കുഞ്ഞാട്ടിൽ കല്യാണ നാളതിൽ കർത്താവ കുഞ്ഞാട്ടിൽ കല്യാണ നാളതിൽ കാന്തയായി തൻ മുൻപിൽ എന്നെയും നിർത്തുവാൻ കാന്തയായി തൻ മുൻപിൽ എന്നെയും നിർത്തുവാൻ ഘോരമ പാടുകൾ ക്രൂരരം യൂതരാം ഘോരമ പാടുകൾ ക്രൂരരം യൂതരാം കാരണമില്ലാതെ സഹിച്ച സ്നേഹമേ കാരണമില്ലാതെ സഹിച്ച സ്നേഹമേ യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നേ തൻ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ തൻ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ. There is a prayer that David prayed in Psalm 119. സങ്കീർത്തനം 119 അധ്യായത്തിൽ ദാവീദ് പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയുണ്ട്. Verse 18. 18ാമത്തെ വാക്യം സങ്കീർത്തനം 119ന്റെ It's 18ാമത്തെ a വാക്യം. very good prayer to pray. നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാനായിട്ട് ഏറ്റവും നല്ലൊരു പ്രാർത്ഥനയാണത്. Open my eyes that I may behold wonderful things from your law. നിന്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എൻ്റെ കണ്ണുകളെ തുറക്കണമേ. He could only ask for the law to be opened up to him. അവന് ദൈവം തൻ്റെ കണ്ണ് തുറക്കാനായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുക മാത്രമേ ചെയ്യുക For the സാധ്യമാകൂ. law. ന്യായപ്രമാണത്തിന്റെ അത്ഭുതങ്ങളെ But we കാണേണ്ടത്. can ask for the word of his grace to be opened up to us. എന്നാൽ നമുക്ക് പുതിയ നിയമ ക്രിസ്ത്യാനികളായ നമുക്ക് ദൈവത്തിന്റെ കൃപയുടെ വചനം നമുക്കായിട്ട് തുറന്നു നൽകപ്പെടേണ്ടതിന് പ്രാർത്ഥിക്കാം. You know, we can, if you come to study the Bible like you study some history book, you won't get the truth of it. ചരിത്ര പുസ്തകം പഠിക്കുന്നത് പോലെ തിരുവചനം പഠിക്കാനായിട്ട് നീ കടന്നു വന്നാൽ ദൈവത്തിന്റെ സത്യങ്ങളെ നിനക്ക് തുറന്നു നൽകപ്പെടുകയില്ല. What is the greatest need when we come to Scripture? തിരുവചനത്തിന് മുമ്പിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഏറ്റവും ആവശ്യമായിരിക്കുന്ന കാര്യം എന്താണ്? First of all, his humility. പ്രാഥമികമായിട്ടും താഴ്മ. Because the Bible says in Matthew 11, മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിലെ ദൈവത്തിന്റെ വചനം പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. verse 25, 25ാമത്തെ വാക്യം മത്തായി 11:25. Jesus said, I thank you, Father, you have hidden these things from the clever and intelligent പിതാവേ, and revealed them to babes. സ്വർഗത്തിനും ഭൂമിക്കും കർത്താവായുള്ളവേ, നീ ഇത് ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയത് കൊണ്ട് ഞാൻ നിന്നെ വാഴ്ത്തുന്നു. So, you know, a lot of people come to the Bible with their cleverness. ധാരാളം വ്യക്തികൾ തങ്ങളുടെ ബുദ്ധി സാമർഥ്യത്തിൽ ദൈവത്തിന്റെ വചനത്തിന് മുൻപിലേക്ക് കടന്നു വരുന്നു. Particularly those who go to Bible school. അവർ ബൈബിൾ കോളേജുകളിലും സ്കൂളുകളിലും കടന്നു പോകുന്നു. They use their head. അവരുടെ തല കൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. But the cleverer you are and the more intelligent you are, the more you'll be blind to spiritual truths. ആത്മീയ സത്യങ്ങൾ നിനക്ക് മനസ്സിലാകണമെങ്കിൽ നീ ജ്ഞാനിയും വിവേകിയും സാമർഥ്യമുള്ളവനുമാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. You'll be blind. നീ അന്ധനായി പോകും ആത്മീയമായിട്ട്.
Jesus said that. അത് യേശു These ക്രിസ്തുവിന്റെ things വാക്കുകളാണ്. he has hidden these things from the clever and the intelligent. കാരണം അവൻ ജ്ഞാനികൾക്കും വിവേകികൾക്കും അത് മറച്ചു വെച്ചതാണെന്ന്. But എന്നാൽ he has revealed them to babes. എന്നാൽ അവൻ ശിശുക്കൾക്ക് അത് വെളിപ്പെടുത്തി കൊടുത്തു. അതിനായിട്ട് അവൻ പിതാവിനെ വാഴ്ത്തുന്നു. So what shall we do if we are already clever and intelligent? നമ്മളെ ബുദ്ധിയുള്ളവരും സാമർഥ്യമുള്ളവരുമായി നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? Many of us are clever and intelligent, and that's not our fault. We were born like that. നമ്മൾ ബുദ്ധിയുള്ളവരും ജ്ഞാനമുള്ളവരുമായിട്ട് ജനിച്ചതിനാൽ അത് നമ്മുടെ കുഴപ്പമല്ല, അതങ്ങനെയാണ് ദൈവം ചെയ്തത്. So how shall we understand the scripture? അപ്പോൾ നമുക്ക് എവിധമാണ് ദൈവത്തിന്റെ വചനം മനസ്സിലാക്കുക സാധ്യമാകുന്നത്? Don't try to come to scripture with your cleverness and intelligence. നിങ്ങളുടെ ബുദ്ധിയും സാമർഥ്യവുമായിട്ട് ദൈവത്തിന്റെ വചനത്തിലേക്ക് കടന്നു വരാതിരിക്കുക. That's all right when you're studying mathematics and science. അത് നിങ്ങൾ സയൻസും കണക്കും ഒക്കെ പഠിക്കുമ്പോൾ നിങ്ങളുടെ ബുദ്ധി ഉപയോഗിക്കുക. You're doing some business, you must use your cleverness and intelligence. അല്ലെങ്കിൽ നിങ്ങൾ ചില വ്യാപാര വ്യവസായം ചെയ്യുന്നവരാണെങ്കിൽ അതിനായിട്ട് നിങ്ങളുടെ ബുദ്ധി ഉപയോഗിക്കുക. But when you come to scripture, എന്നാൽ തിരുവചനത്തിന് മുമ്പിലേക്ക് വരുമ്പോൾ it's the only book where cleverness and intelligence will lead you astray. ബുദ്ധിയും സാമർഥ്യവും നിന്നെ തെറ്റിച്ചു കളയുന്ന ഒരേ ഒരു പുസ്തകം ഇത് മാത്രമാണ്. You must come like a babe. ഒരു ശിശുവിനെ പോലെ നിങ്ങൾ കടന്നു വരണം. And Jesus once picked up a baby and said, you can learn humility from a child. യേശുക്രിസ്തു ഒരു ശിശുവിനെ തന്റെ ശിഷ്യന്മാരുടെ നടുവിൽ അണച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഈ ശിശുവിനെ പോലെ ആയി തീർന്നില്ല എങ്കിൽ നിനക്ക് സ്വർഗ്ഗരാജ്യം അവകാശമാക്കാം. You must learn humility from a child. അതുപോലെ നീ ഈ ശിശുവിൽ നിന്നും താഴ്മ പഠിക്കേണ്ടിയിരിക്കുന്നു. So when he said come like a babe, what he meant is come with humility. ഒരു ശിശുവിനെ പോലെ ആയിത്തീരുക എന്ന് പറയുമ്പോൾ താഴ്മയിൽ നീ കടന്നു വരിക എന്നാണ് അർത്ഥമാക്കുന്നത്. So what is the first requirement to understand scripture? തിരുവചനം മനസ്സിലാക്കുവാനായിട്ടുള്ള ആദ്യത്തെ യോഗ്യത എന്താണ്? It's not cleverness. ബുദ്ധി It's സാമർഥ്യം, not intelligence. അത് ജ്ഞാനമല്ല. You don't understand scripture by going to a Bible college. ഒരു ബൈബിൾ കോളേജിൽ പോയതുകൊണ്ട് നിനക്ക് തിരുവചനം മനസ്സിലാകുകയുമില്ല. Jesus never sent any of his apostles to a Bible college. യേശുക്രിസ്തു തന്റെ അപ്പോസ്തലന്മാർ ആരെയും ബൈബിൾ കോളേജിൽ അയച്ചതായിട്ട് കാണുന്നില്ല. No prophet in the whole Bible came from a Bible college. ഒരു വേദപാഠനശാലയിൽ നിന്നും പുറത്തു വന്ന ഒരു അപ്പോസ്തലനും ഒരു പ്രവാചകനും തിരുവചനത്തിൽ ഉള്ളതിനം നോക്കിയാൽ നമ്മൾ കാണുന്നില്ല. They had a Bible school in the Old Testament times. പഴയ നിയമത്തിലെ കാലത്തും അവർക്ക് അവിടെ ഒരു വേദപഠനശാല ഉണ്ടായിരുന്നു. You read about that in the days of Elisha. എലിശായുടെ കാലത്ത് അതിനെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. In 2 Kings chapter 2 and 3. രണ്ട് രാജാക്കന്മാരുടെ 2-3 അധ്യായത്തിൽ. But all the false prophets came from the Bible school. അവിടെ നിന്ന് വന്നവരൊക്കെ വ്യാജ പ്രവാചകന്മാരായിരുന്നു. I've never heard of a true prophet coming from a Bible seminary. ബൈബിൾ കോളേജിൽ നിന്നും വന്ന ഒരു സത്യപ്രവാചകനെ ഞാൻ ഒരിക്കൽ പോലും Not in the Bible and not since then also. ഞാൻ തിരുവചനത്തിൽ അങ്ങനെയുള്ളവരെ കണ്ടിട്ടില്ല, അതിനുശേഷവും അങ്ങനെയുള്ളവരെ ഞാൻ കണ്ടിട്ടില്ല. Because in a Bible seminary they don't teach humility, they teach how to study the Bible. അവിടെ ബൈബിൾ കോളേജിലെ അവരെ പഠിപ്പിക്കുന്നത് താഴ്മയല്ല, ബുദ്ധിയിൽ നിങ്ങളുടെ വചനങ്ങളെ ഗ്രഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. And they go astray. അത് അവർ വഴിതെറ്റി പോകുന്ന അവസ്ഥയിലേക്ക് വരുന്നു. Once Jesus asked his disciples this question, who do people say that I am? യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരോട് ചോദിക്കുന്നുണ്ട്, ഞാൻ ആരെന്നാണ് പുരുഷാരം പറയുന്നത്? Then he asked, who do you say that I am? എന്നിട്ട് ശിഷ്യന്മാരോട് ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നതെന്ന് ചോദിക്കുന്നു. And Peter said in Matthew 16:16, you are the Christ, the Son of the living God. പത്രോസ് പറയുന്നുണ്ട്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാകുന്നുവെന്ന്. And Jesus replied in Matthew 16:17. മത്തായിയുടെ സുവിശേഷം 16:17 യേശുവിന്റെ വാക്കുകൾ നോക്കുക. Let me paraphrase his words. ഞാൻ അതിനെ ഇങ്ങനെ പാരഫ്രൈസ് ചെയ്യട്ടെ. You are blessed, Simon, son of Jonah. യേശുക്രിസ്തു പറഞ്ഞു, ബരയനായ ശിമോനെ, നീ ഭാഗ്യവാൻ, because your human cleverness did not reveal this to you. നിന്റെ ബൗദ്ധിക തലത്തിലുള്ള സാമർഥ്യമല്ല ഇത് നിനക്ക് വെളിപ്പെടുത്തി തന്നത്. It's not some clever man also who told you. അത് ഒരു ബുദ്ധിയുള്ള മനുഷ്യനുമല്ല നിന്നോട് ഇത് പറഞ്ഞു തന്നത്. That's the meaning of flesh and blood did not reveal this to you. അതുകൊണ്ടാണ് ജഡരക്തങ്ങളല്ല ഇത് നിനക്ക് വെളിപ്പെടുത്തി തന്നുകൊണ്ടുള്ളതിന്റെ That means അർത്ഥം. you didn't understand this by human cleverness. ഇത് മാനുഷിക ബുദ്ധി കൊണ്ട് നിനക്കിത് മനസ്സിലാക്കാൻ സാധ്യമല്ല. But my Father revealed it. എന്നാൽ എന്റെ സ്വർഗ്ഗസ്ഥനായ പിതാവ് നിനക്കിത് വെളിപ്പെടുത്തി തന്നു. There's a difference between revelation and understanding. മനസ്സിലാക്കുന്നതും വെളിപ്പാടും തമ്മിൽ ധാരാളം വ്യത്യാസമുണ്ട്. Many people try to understand the Bible. പല വ്യക്തികളും തിരുവചനം മനസ്സിലാക്കാനാണ് ശ്രമിക്കുന്നത്. We need revelation. ദൈവത്തിനുള്ള വെളിപ്പാടാണ് നമുക്ക് ആവശ്യം. Through the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ. That's how I've studied the scriptures. അപ്രകാരമാണ് ഞാൻ തിരുവചനം പഠിച്ചത്. And God has shown me amazing things in the scriptures which
I've never read anywhere else. ഞാൻ ഒരിടത്തും കേൾക്കാത്ത പല അത്ഭുതകരമായ കാര്യങ്ങളും തിരുവചനത്തിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെ മനസ്സിലാക്കി തന്നു. Some amazing things. വളരെ അത്ഭുതകരമായ It's കാര്യങ്ങൾ. there, but you don't see it until the Holy Spirit shows you. പരിശുദ്ധാത്മാവ് കാണിക്കുന്നത് വരെ അത് അവിടെ ഉണ്ടെങ്കിലും എനിക്ക് വെളിപ്പെടുത്തി തരാതിരുന്നിട്ടുള്ള കാര്യങ്ങൾ. Now let me give you an example. ഒരു ഉദാഹരണം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. You read in Acts chapter 13, അപ്പോസ്തല പ്രവൃത്തികൾ 13-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, verse 27. 27. അപ്പോസ്തല പ്രവൃത്തികൾ 13:27. It's talking about the great Bible scholars in Jerusalem in Jesus' time. യേശുക്രിസ്തുവിന്റെ കാലത്ത് യെരുശലേമിൽ ഉണ്ടായിരുന്ന വേദപഠന ജ്ഞാനികളെ കുറിച്ചാണ് പറയുന്നത്. They had gone to the great seminaries under Gamaliel and all that, and were the religious leaders. അവര് ഗമാലിയലിന്റെ കാൽക്കൽ ഇരുന്ന് പഠിച്ചിട്ടുള്ള അതുപോലെയുള്ള നേതാക്കന്മാരുടെ കാൽക്കൽ ഇരുന്ന് പഠിച്ചിട്ടുള്ളവരാണ് അവർ. It says they lived in Jerusalem. They could not recognize Christ. അവരെ യെരുശലേമിൽ താമസിച്ചിട്ടും ഈ പഠനങ്ങളൊക്കെ പഠിച്ചിട്ടും അവർക്ക് യേശുക്രിസ്തുവിനെ And they മനസ്സിലാക്കുവാൻ could കഴിഞ്ഞില്ല. not understand the utterances of the prophets which are read every Sabbath. അവനെയോ ശബത്ത് തോറും വായിച്ചു വരുന്ന പ്രവാചകന്മാരുടെ വചനങ്ങളെയോ തിരിച്ചറിയാതെ. See, what does the Old Testament talk about? പഴയ നിയമത്തിൽ എന്താണ് പറയുന്നത്? From Genesis to Malachi. ഉൽപ്പത്തി മുതൽ മലാഖി വരെയുള്ള സ്ഥലത്ത് What does the scripture speak about? തിരുവചനം എന്താണ് പറയുന്നത്? I'll tell you what Jesus himself said. യേശുക്രിസ്തു തന്നെ പറഞ്ഞ കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ. See Luke 24 verse 27. ലൂക്കോസിന്റെ സുവിശേഷം 24:27 വാക്യം. You know, this is when Jesus was walking with the two disciples to Emmaus. എമ്മൗസിലേക്ക് പോയിരുന്ന രണ്ട് ശിഷ്യന്മാരോട് ചേർന്ന് നടന്ന യേശുക്രിസ്തുവിന്റെ വാക്കുകളാണ്. That was a long 11-kilometer journey. അത് വളരെ ദീർഘമായിട്ടുള്ള ഏകദേശം 11 കിലോമീറ്റർ ദൂരം ഉള്ള യാത്രയായിരുന്നു. That must have taken, they were walking slowly, maybe 3 hours. അവരെ സാവധാനം നടന്നു പോകുമ്പോൾ ഏകദേശം 3 മണിക്കൂറിൽ കൂടുതൽ സമയമെടുത്ത് You കാണും. know what he was teaching them in those 3 hours? ഈ 3 മണിക്കൂർ കൊണ്ട് എന്താണ് യേശുക്രിസ്തു അവരോട് പറഞ്ഞുകൊണ്ടിരുന്ന അറിയുമോ? From Genesis to Malachi. ഉൽപ്പത്തി മുതൽ മലാഖി വരെയുള്ള കാര്യങ്ങളാണ് And പറഞ്ഞിരുന്നത്. what was he showing in those scriptures? ആ തിരുവചനത്തിൽ എന്തായിരുന്നു അവരെ കാണിക്കാനായിട്ട് അവൻ ശ്രമിച്ചത്? Beginning with Genesis, ഉൽപ്പത്തിയിൽ തുടങ്ങി all the way through all the prophets to Malachi, മലാഖി വരെയുള്ള എല്ലാ പ്രവചന പുസ്തകങ്ങളിലൂടെയും കടന്നു പോയിട്ട് he showed them the things concerning himself in the scriptures. ക്രിസ്തുവിനെ കുറിച്ച് അവിടെ പ്രതിപാദിച്ചിരുന്ന കാര്യങ്ങൾ ഇവരെ മനസ്സിലാക്കി കൊടുക്കുകയായി. He must have told them in Genesis how there was a promise of the seed of the woman. ആ സ്ത്രീയുടെ ആ സന്തതിയെ കുറിച്ച് ഉൽപ്പത്തി പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ അത് ക്രിസ്തു എന്നവര്. Or you go to Exodus, the Passover lamb. അത് പുറപ്പാടിലേക്ക് വരുമ്പോഴത്തേക്കിന് കുഞ്ഞാടിന്റെ ആ രക്തത്തെ കുറിച്ച്. Or you go to Numbers and the bronze serpent lifted up in the wilderness. സംഖ്യാപുസ്തകത്തിൽ വരുമ്പോൾ മരുഭൂമിയിൽ ഉയർത്തിയ പിച്ചള സർപ്പത്തെ കുറിച്ച് പറയുന്നു. In Leviticus, all this sin offerings. ലേവ്യ പുസ്തകത്തിലേക്ക് വരുമ്പോൾ ശബദാർപ്പിതങ്ങളെ കുറിച്ച് പറയുന്നു. All the way to Malachi, the son of righteousness. മലാഖി പുസ്തകത്തിലേക്ക് വരുമ്പോൾ നീതിയോടുള്ള പുത്രനെ കുറിച്ച് പറയുന്നു. And all these things are referring to Christ. ഇതെല്ലാം ക്രിസ്തുവിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന കാര്യങ്ങളാണ്. But these Bible scholars in Jerusalem, they read it and read it and read it. എന്നാൽ ഈ കാര്യങ്ങൾ തുടർമാനമായിട്ട് വായിച്ചിരുന്ന ഈ വേദ ജ്ഞാനികൾ, and when the person about whom the whole scriptures came into their midst, അവരുടെ മധ്യത്തിലേക്ക് വന്ന ഈ തിരുവചനം ഇത്രയും പ്രതിപാദിച്ചിരുന്ന ഈ വ്യക്തി കടന്നു വന്നപ്പോൾ they called him Beelzebul, the devil. അവരവനെ വിളിച്ചത് സാത്താൻ, ബെയൽസെബൂൽ എന്നൊക്കെയാണ്. How can you be so blind? അവർക്ക് ഇങ്ങനെ അന്ധരായി പോകാൻ എങ്ങനെ സാധിച്ചു? Was it because those Jewish scholars were not clever? ഈ യഹൂദരായിരുന്ന ജ്ഞാനികൾ അവരെ മണ്ടരായിരുന്നു. Jewish people are supposed to be some of the cleverest people in the world. ലോകത്തിലേക്ക് ഏറ്റവും ബുദ്ധിയുള്ളവരെ യഹൂദന്മാരായിട്ടാണ് കാണുന്നത്. They studied and thought Jesus was the devil. അവര് വചനം പഠിച്ചിട്ട് അവസാനം യഥാർത്ഥ ക്രിസ്തു സാത്താനായിട്ട് അവർ ചിന്തിച്ചു. Why? എന്തുകൊണ്ട്? Because they lacked humility. കാരണം അവർക്ക് താഴ്മ കുറവായിരുന്നു. And they lacked honesty about their own condition. അവരുടെ അവസ്ഥയെക്കുറിച്ചുള്ള സത്യസന്ധമായ കാര്യത്തിൽ അവർക്ക് സത്യസന്ധരല്ലായിരുന്നു. The same thing applies today. ഇന്നും അതേ കാര്യം തന്നെ ആപ്ലിക്കബിൾ ആണ്. If you are not willing to face the honest truth about your spiritual condition, നിങ്ങളെ കുറിച്ചുള്ള യഥാർത്ഥ ആത്മീയ അവസ്ഥയെക്കുറിച്ച് നിങ്ങൾക്ക് സത്യസന്ധതയോടെ അംഗീകരിക്കുന്നില്ല എങ്കിൽ, if you don't acknowledge your pride, നിങ്ങളുടെ നിഗളത്തെ or അംഗീകരിക്കുന്നില്ല, your selfishness, നിങ്ങളുടെ സ്വാർത്ഥത നിങ്ങൾ or അംഗീകരിക്കുന്നില്ല, your impure way of thinking, നിങ്ങളുടെ മലിനമായിട്ടുള്ള ആ ചിന്താഗതിയെ നിങ്ങൾ
അംഗീകരിക്കുന്നില്ല, if you don't acknowledge that sitting at home and backbiting against others is a sin, നിങ്ങൾ കൂടിയിരുന്ന് മറ്റുള്ളവരെ കുറിച്ച് ദൂഷണം പറയുന്നത് പാപമാണെന്ന് ചിന്തിക്കുന്നില്ല, that when you do that, you are doing the job of the accuser of the brethren, which is Satan. നിങ്ങൾ ആ പ്രവൃത്തി ചെയ്യുമ്പോൾ ആ സാത്താൻ ചെയ്യുന്ന പ്രവൃത്തിയാണ് സഹോദരന്മാരെ കുറ്റം പറയുന്ന, അപവാദം പറയുന്ന പ്രവൃത്തി. If you're not honest about that, നിങ്ങൾ ആ കാര്യത്തിൽ സത്യസന്ധരല്ല എങ്കിൽ, and you're not longing to be free from sin, ആ പാപത്തിൽ നിങ്ങൾ സ്വാതന്ത്ര്യം പ്രാപിപ്പാനായിട്ട് ഹൃദയപൂർവ്വം വാഞ്ചിക്കുന്നില്ല, you're not humble enough when you come to scripture saying, Lord, I can't understand this book unless you reveal it to me by your spirit. ദൈവത്തിന്റെ വചനത്തിലേക്ക് വരുമ്പോൾ, ദൈവമേ നിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ആ വെളിപ്പാട് എനിക്ക് നൽകുന്നില്ലെങ്കിൽ എനിക്കിത് മനസ്സിലാകുന്നില്ല എന്നുള്ള താഴ്മയിലേക്ക് വരുന്നില്ല എങ്കിൽ, you will never understand it. നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾക്കത് You will മനസ്സിലാകില്ല. understand it like some history book. നിങ്ങൾക്ക് ഇതൊരു ചരിത്ര പുസ്തകം പോലെ മനസ്സിലാകും. It won't sanctify you. അത് നിന്നെ വിശുദ്ധീകരിക്കുകയില്ല. So this is why so many people read the scriptures and they live the same defeated life always. പലപ്പോഴും ഈ തിരുവചനം വായിച്ചതിന് ശേഷവും പരാജിതമായിട്ടുള്ള പാപത്തിൽ തന്നെ തുടർമാനം ജീവിക്കുന്ന വിശ്വാസികൾ ഇപ്പോഴും ഉണ്ടെന്നുള്ളതിന്റെ ഒരു ദുഃഖമായ ഒരു സത്യം അതാണ്. My calling is to enable you to know the scriptures through the Holy Spirit. എന്നെ ദൈവം വിളിച്ചിരിക്കുന്ന നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ദൈവത്തിന്റെ സത്യം പ്രഘോഷിക്കാൻ വേണ്ടിയാണ്. I was telling you that we can really come into a life where we have inward righteousness and inward peace and inward joy through the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നമുക്ക് ഉള്ളിലുള്ള നീതിയും സമാധാനവും സന്തോഷവും ലഭ്യമാകുമെന്ന് നമ്മൾ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞല്ലോ. Not only inward but have it always. അകത്ത് മാത്രമല്ല, അത് എല്ലായ്പ്പോഴും നിരന്തരമായിട്ട് നിലനിൽക്കുന്ന സന്തോഷത്തിലേക്കും സമാധാനത്തിലേക്കും പോകാം. Two words of the new covenant. പുതിയ നിയമത്തിൽ യേശുക്രിസ്തു പറഞ്ഞ രണ്ട് വാക്കുകളുണ്ട്. Not outward righteousness only but inward. ബാഹ്യമായ നീതിയല്ല, ആന്തരികമായ നീതി. In the Old Testament they had outward righteousness. പഴയ നിയമത്തിലെ ബാഹ്യമായ നീതീകരണം നീതി മാത്രമായിരുന്നു. Jesus said you clean the outside of the cup but the inside is dirty. യേശുക്രിസ്തു തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ കിണ്ടികിണ്ണങ്ങളുടെ പുറം വെളിപ്പാക്കുന്നു, അകമയോ ക്ലാവ് നിറഞ്ഞിരിക്കുന്നു. We read in the Old Testament the Holy Spirit was poured upon people. പഴയ നിയമത്തിൽ വായിക്കുന്നുണ്ട്, പരിശുദ്ധാത്മാവ് ചില വ്യക്തികളുടെ മേൽ ഒഴിക്കപ്പെട്ടു. In the power of the Holy Spirit they did some mighty things. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ അവരെ മഹത്തരമായിട്ടുള്ള അത്ഭുതകരമായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. See how Samson delivered Israelites from the Philistines. എങ്ങനെയാണ് ആ ഫിലിസ്ത്യരിൽ നിന്നും ശിംശോൻ ഇസ്രായേലിനെ രക്ഷിക്കുന്നത്. How David could kill Goliath. എങ്ങനെയാണ് ദാവീദിന് ഗോലിയാത്തിനെ കൊല്ലാൻ സാധിച്ചത്. Gideon, the Spirit came upon Gideon and he delivered Israel from the Midianites. ആ മിദ്യാനിൽ നിന്നും ഇസ്രായേലിനെ രക്ഷിച്ച ഗിദെയോന്റെ മേൽ പരിശുദ്ധാത്മാവ് വന്നപ്പോഴത്തെ അവസ്ഥ നമുക്കറിയുമല്ലോ. I want you to understand how the Holy Spirit was given in the Old Testament. പരിശുദ്ധാത്മാവിനെ എപ്രകാരമാണ് പഴയ നിയമത്തിൽ നൽകപ്പെട്ടതെന്ന് നിങ്ങൾ അറിയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. It was different in the New Testament. അത് പുതിയ നിയമത്തിൽ നിന്നും വിഭിന്നമായ അവസ്ഥയിലായിരുന്നു, രീതിയിലായിരുന്നു. See John chapter 7. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിലേക്ക് വരിക. Do you understand this verse? യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം. Do you understand this verse 39 which says 39-ാമത്തെ ഈ വാക്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? The last part, the Holy Spirit was not yet given because Jesus was not yet glorified. നിങ്ങളെ അവിടെ അവസാന 38-ാമത്തെ വാക്യത്തിന്റെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട്, യേശു 39-ന്റെ അവസാന ഭാഗത്തെ യേശു അന്ന് തേജസ്കരിക്കപ്പെട്ടില്ലായകയാൽ ആത്മാവ് വന്നിട്ടില്ലായിരുന്നു. You say, how is that? There are so many people in the Old Testament who had the Holy Spirit. പഴയ നിയമത്തിലെ പല പ്രാവശ്യം പല വ്യക്തികളിലെ പരിശുദ്ധാത്മാവ് വന്നിട്ടുള്ളപ്പോൾ ഇതെങ്ങനെയാണ് ഈ വചനം സത്യമാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? Gideon, David, Samson, ഗിദെയോൻ, ദാവീദ്, ശിംശോൻ, and John the Baptist. From the mother's womb he was filled with the Spirit. പരിശുദ്ധാത്മാവ് ഗർഭസ്ഥ ശിശുവായിരുന്നപ്പോഴേ അഭിഷിക്തനായിരുന്ന യോഹന്നാൻ സ്നാപകൻ. So what does it mean when it says the Spirit was not given? അപ്പോൾ ഇവിടെ എങ്ങനെയാണത് പറഞ്ഞിരിക്കുന്നത്? പരിശുദ്ധാത്മാവ് വന്നിട്ടില്ലായിരുന്നു. Until Jesus was glorified. യേശുക്രിസ്തു തേജസ്കരിക്കപ്പെടുന്നത് വരെ എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? When you come to a verse like that, ഇങ്ങനെയുള്ള ഒരു വാക്യത്തിന് മുമ്പിൽ നിങ്ങൾ വരുമ്പോൾ do you stop and say, Lord, I want to understand this? നിങ്ങൾ അവിടെ നിർത്തിയിട്ട് പറയുക, കർത്താവേ എനിക്ക് ഈ കാര്യം മനസ്സിലാക്കണം, ഈ വാക്യം എനിക്ക് വെളിപ്പെടുത്തി തരണം. If you stop at every verse in scripture that you don't understand, you would have known a lot more of the Bible by now. നിങ്ങൾ മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ നിങ്ങൾ വായന നിർത്തിയിട്ടുണ്ടെങ്കിൽ ഈ സമയം കൊണ്ട് നിങ്ങൾക്ക് ധാരാളം ക്രിസ്തീയ സത്യങ്ങൾ വചനത്തിന്റെ വെളിപ്പാട് ദൈവം നിങ്ങൾക്ക് നൽകി. What most Christians do, കൂടുതൽ ക്രിസ്ത്യാനികളും ചെയ്യുന്നത് they come across a difficult verse. ഇങ്ങനെ ഒരു പ്രയാസം ഒരു വചനത്തിന്റെ മുൻപിൽ വരുമ്പോൾ say, okay, let's leave that, let's go to the next verse. അവർ പറയും, അത് പോട്ടെ, നമുക്ക് അടുത്ത വാക്യത്തിലേക്ക് പോകാം. That laziness will hinder us from ever knowing the scriptures. ആ മടി, അലസത നമ്മളെ യഥാർത്ഥ സത്യം മനസ്സിലാക്കുന്നതിൽ നിന്നും തടയുന്നു. See, there are many things concealed in the scriptures. പല
കാര്യങ്ങളും തിരുവചനത്തിൽ which അടങ്ങിയിരിപ്പുണ്ട്. are not on the surface. അത് അതിന്റെ പ്രതലത്തിലല്ല, Just like on the earth. അത് ഭൂമിയുടെ There are പരപ്പിൽ some good അല്ല. things on the surface like fruit and flowers and all that. അതുപോലെ ഫലങ്ങള് പുഷ്പങ്ങള് ഒക്കെ ഭൂമിയുടെ പ്രതലത്തിൽ നമ്മൾ കാണുന്നുണ്ട്. But the valuable things in the earth are deep down like gold and diamonds and all that. എന്നാൽ സ്വർണവും രത്നവും അങ്ങനെ വിലപിടിപ്പുള്ള കാര്യങ്ങളൊക്കെ ഭൂമിയുടെ അന്തർഭാഗങ്ങളിലാണ് So there are certain things on the surface of the Bible anybody can read. അതുപോലെ തിരുവചനത്തിന്റെ ആ ഉപരിതലത്തിൽ പല നല്ല കാര്യങ്ങളുമുണ്ട്, അത് എല്ലാവർക്കും മനസ്സിലാകും. Forgiveness of sins. ആ പാപക്ഷമ, There's nothing hidden about that. അവിടെ ഒന്നും മറഞ്ഞിരിപ്പില്ല. But there are certain other ministries of the Holy Spirit that are hidden. എന്നാൽ പരിശുദ്ധാത്മാവിന്റെ ചില ശുശ്രൂഷകൾ അവിടെ ആഴത്തിൽ So മറഞ്ഞിരിക്കുന്നു. we must not go to something else if we don't understand something. നമുക്ക് മനസ്സിലാകാത്ത ഒരു കാര്യം വരുമ്പോൾ നമ്മൾ അടുത്തിലേക്ക് പോകരുത്. How would you teach your children mathematics? എങ്ങനെയാണ് നിങ്ങൾ കുഞ്ഞുങ്ങളെ നിങ്ങൾ ഗണിതശാസ്ത്രം പഠിപ്പിക്കുന്നത്? Supposing your child is having a big struggle with learning addition in the first standard. ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് സങ്കലന കാര്യത്തിൽ അവന് ബുദ്ധിമുട്ടുണ്ടെന്ന് ചിന്തിക്കുക. And you say, okay, forget it. It's not important. Let's go to subtraction. നമ്മൾ പറയാണ് അതത്ര പ്രയാസമുള്ള ഒരു കാര്യമില്ല, നമ്മളെ സങ്കലനം വിട്ട് കളഞ്ഞിട്ട് വ്യവകലനത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞാൽ, So we study subtraction. That's difficult. അപ്പോൾ വ്യവകലനം പഠിക്കുമ്പോൾ അവിടെയും ബുദ്ധിമുട്ടായിട്ട് Okay, leave that. Let's go to multiplication. ഓക്കെ, അതും കളഞ്ഞേരെ നമുക്ക് ഗുണനത്തിലേക്ക് That പോകാം. is also difficult. അതും പ്രയാസമായി Okay, വരും. forget it. Let's go to division. നമുക്ക് ഹരണത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞ് നമ്മൾ പഠനം. You think your child will learn anything about mathematics? ആ ഗണിതശാസ്ത്രത്തെ കുറിച്ച് നിങ്ങളുടെ കുഞ്ഞിന് എന്തെങ്കിലും അറിവുണ്ടാകുമോ ഇങ്ങനെ And പോയാൽ? if we adopt that attitude to scripture, you think you'll understand anything of scripture? അതേ ഒരു ആ മാനസികാവസ്ഥയിൽ നിങ്ങൾ തിരുവചനം വായിക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ചുള്ള ബോധ്യവും നിങ്ങൾക്ക് ലഭ്യമാകില്ല. I want to try and encourage you to study the scriptures നിങ്ങളെ തിരുവചനം യഥാർത്ഥത്തിൽ ഗൗരവമായിട്ട് പഠിപ്പാൻ ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കുന്നു. and ask the Holy Spirit to reveal its meaning to you. യഥാർത്ഥ സത്യം എന്താണെന്ന് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരാൻ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുക. Peter was not the cleverest person in Israel. ഇസ്രായേലിലെ ഏറ്റവും ബുദ്ധിയുള്ള മനുഷ്യനായിരുന്നില്ല പത്രോസ്. He was, I don't know whether he probably came somewhere last in his class, and he was not a clever person. ബുദ്ധിയില്ലാതെ ചിലപ്പോൾ ക്ലാസ്സിലെ ഏറ്റവും ആ അവസാനത്തെ അവസ്ഥയിലിരുന്ന He was a വ്യക്തിയായിരിക്കാം. fisherman, not a scientist or anything. അവന് ഒരു ശാസ്ത്രജ്ഞനോ ഒന്നും ആയിരുന്നില്ല, അവനൊരു മുക്കുവനായിരുന്നു, മീൻപിടുത്തക്കാരനായിരുന്നു. He got revelation from the Holy Spirit. എന്നാൽ പരിശുദ്ധാത്മാവിന്റെ വെളിപ്പാടുകൾ And അവന് he could ലഭ്യമായി. see things which all the great scholars of his time could not see. എന്നാൽ ആ ഇസ്രായേലിൽ അന്നുണ്ടായിരുന്ന പരീക്ഷന്മാർക്കും ജ്ഞാനികൾക്കും വെളിപ്പെടുത്താതിരുന്ന കാര്യം ദൈവം അവന് വെളിപ്പെടുത്തി It's കൊടുത്തു. the same thing today. ഇന്നും അതേ So കാര്യം let നടക്കുന്നു. me explain to you now the ministry of the Holy Spirit in the Old Testament and the New Testament. പരിശുദ്ധാത്മാവിന്റെ പഴയ നിയമത്തിലെ ശുശ്രൂഷയും പുതിയ നിയമത്തിലെ ശുശ്രൂഷയും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു നൽകാം. If you imagine a glass which is upside down here, കമഴ്ത്തി വെക്കുന്ന ഒരു ഗ്ലാസിനെ ചിന്തിക്കുക. and I pour water on it, അതിന്റെ പുറത്തേക്ക് ജലം ഒഴിക്കുന്നു, pour a river on it, അതിന്റെ പുറത്തേക്ക് ഒരു നദി തന്നെ ഒഴുകിയെന്നിരിക്കുക. flows and blesses many. Picture of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ ചിത്രമായിട്ട് എടുക്കുക. പല ആൾക്കാരും അതിനാൽ The river flows അനുഗ്രഹീതരാകുന്നു. in many directions and blesses many people. ആ നദി പല മേഖലകളിലും പല ദിശകളിലും ഒഴുകി അനേകരെ അത് അനുഗ്രഹിക്കുന്നു. But in the inside of the cup is still dirty. എന്നാൽ ആ കപ്പിന്റെ ഉൾഭാഗം അപ്പോഴും മലിനമാണ്, It's upside down. കാരണം അത് കമഴ്ത്തി വെച്ചിരിക്കുക. That's how Samson blessed people. Samson was a blessing in Israel to many people അതുപോലെയാണ് ശിംശോൻ ഇസ്രായേലർക്ക് പലർക്കും അനുഗ്രഹമായിരുന്നു. because he delivered them from the Philistines. എന്നാൽ അവൻ ഫിലിസ്തീനിൽ നിന്നും ഇസ്രായേലിനെ രക്ഷിച്ചു. But inside of his cup was full of adultery. എന്നാൽ അവന്റെ ആ കപ്പിന്റെ അകഭാഗം വ്യഭിചാരത്താൽ നിറഞ്ഞിരുന്നു. David, ദാവീദ് he could kill Goliath, അവന് ഗോലിയാത്തിനെ കൊല്ലുക conquer സാധ്യമായി. Jerusalem, അവൻ ജെറുസലേമിനെ and make കീഴടക്കി Israel a nation. ഇസ്രായേൽ ഒരു രാജ്യമായിട്ട് രൂപാന്തരപ്പെട്ടു. But he married 8 wives. എന്നാൽ അവന്റെ ഉള്ളിലും അതേ അവസ്ഥ. He married 8 wives, അവൻ 8 ഭാര്യമാരെ വിവാഹം ചെയ്തു. committed adultery with one woman, and killed her husband and married her. ആ ഒരുത്തന്റെ ഭാര്യയുമായിട്ട് അദ്ദേഹത്തെ കൊന്നതിന് ശേഷം അവളുമായിട്ട് വ്യഭിചാരം ചെയ്തു, And married her. എന്നിട്ട് അവളെ വിവാഹം കഴിച്ചു. So his inside of his cup was all dirty. അവന്റെ കപ്പിന്റെ ഉൾഭാഗം മലിനമായിരുന്നു. But the Spirit was upon him. എന്നാൽ പരിശുദ്ധാത്മാവ് അവന്റെ മേൽ ഉണ്ടായിരുന്നു. On the day of Pentecost, പെന്തക്കോസ്ത് നാളിൽ the Lord turned this cup right side up, ആ കപ്പിനെ ദൈവം തിരിച്ചു വെച്ചു. and the Holy Spirit comes and fills inside, ആ പരിശുദ്ധാത്മാവ് ആ കപ്പിനുള്ളിലേക്ക് കടന്നു വന്നു. and rivers, and flows out from inside. ഉള്ളിൽ നിന്നും ജീവജലത്തിന്റെ നദികൾ That's what പൊട്ടിപ്പുറപ്പെട്ടു. is written here. From the innermost being, John 7:38, rivers of living water will flow. യോഹന്നാന്റെ സുവിശേഷം 7:38 പറഞ്ഞത്, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്നും തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും എന്ന് And വിളിച്ചു this he പറഞ്ഞു. spoke of the Spirit which was not yet given.
അവൻ ഇത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനുള്ള ആത്മാവിനെ കുറിച്ചാകുന്നു, which is not yet given like this. അത് ഇതുവരെ ഇപ്രകാരം നൽകപ്പെട്ടിട്ടുമില്ല. That means from the innermost being. അത് ഉള്ളിൽ നിന്നും പുറപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് അന്ന് അവർ വന്നിട്ടുമില്ല. Now how did I discover that? അത് എങ്ങനെയാണത് മനസ്സിലാകുന്നത്? Because I stopped at that verse and said, Lord, I don't understand this. ഞാൻ ആ വചനം വന്നപ്പോൾ അവിടെ നിന്നിട്ട് ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, എനിക്ക് ഈ വചനത്തെക്കുറിച്ച് വെളിപ്പാടില്ല, മനസ്സിലാകുന്നില്ല. Sometimes when I read the scripture, ചിലപ്പോൾ ഞാൻ വേദപുസ്തകം വായിക്കുമ്പോൾ I come to a verse ഒരു വചനത്തിന് മുമ്പിൽ ഞാൻ and വരുന്നു, there's a red light. അവിടെ ഒരു ചുമന്ന ലൈറ്റ് കത്തുന്നു, I can't move. എനിക്ക് മുമ്പോട്ട് പോകാൻ സാധ്യമല്ല. I say, Lord, I got to stop at this verse and I got to understand this. കർത്താവേ, ഈ ചുമന്ന വെളിച്ചം കാണുന്നു, എനിക്ക് മുൻപോട്ട് പോകത്തില്ല, എന്നോട് നീ വെളിപ്പെടുത്തി And നൽകണം. next day when I go to the scriptures, the red light is still there. I can't move from that verse. അടുത്ത ദിവസം ഞാൻ വീണ്ടും വചനത്തിലേക്ക് പോകുമ്പോൾ അതേ ചുവന്ന വെളിച്ചം അവിടെ നിൽക്കുന്നു, എനിക്ക് മുമ്പോട്ട് പോകാമല്ല. Then I see the Lord is trying to say something to me. അപ്പോൾ എനിക്ക് മനസ്സിലായ ദൈവം എന്നോട് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. Until the light turns green, I stay at that verse. അവിടെ ആ ചുവന്ന ലൈറ്റ് പച്ചയാകുന്നിടം വരെ ഞാൻ അവിടെ ഇരുന്ന് ദൈവത്തിന്റെ മുമ്പാകെ ഇരിക്കും. Do you read the Bible like that? നിങ്ങൾ അവിധത്തിലാണോ തിരുവചനം വായിക്കുന്നത്? Many of us are in a hurry to go through the whole Bible. അതോ വളരെ ധൃതി പിടിച്ച് ബൈബിൾ മുഴുവൻ വായിച്ചു തീർക്കുകയാണോ നിങ്ങളുടെ ലക്ഷ്യം? But that's good. അത് നല്ലത് തന്നെ. But it's more important that the Bible goes through you. എന്നാൽ അതിലും പ്രാധാന്യമേറിയ കാര്യം തിരുവചനം നിന്നിലൂടെ കടന്നു പോകേണ്ടിയിരിക്കുന്നു. That is my prayer. അതാണ് എന്റെ I പ്രാർത്ഥന. say, Lord, before I leave this earth, കർത്താവ്, ഞാൻ ഈ ഭൂമി വിട്ടു പോകുന്നതിന് മുൻപായിട്ട് listen, ശ്രദ്ധയോടെ കേൾക്കുമേ, before I leave this earth, ഈ ഭൂമി ഞാൻ വിട്ടു പിരിയുന്നതിന് മുൻപ് I want the whole Bible to go through me. ഈ തിരുവചനം മുഴുവൻ എന്നിലൂടെ കടന്നു പോകണം. Not that I read through the Bible 50 times. ഞാൻ മരിക്കുന്നതിന് മുമ്പ് 50 പ്രാവശ്യം ബൈബിൾ വായിച്ചു തീർക്കുക എന്നുള്ളതല്ല. But that the whole Bible goes through me once. എന്നാൽ ഒരിക്കലെങ്കിലും ഈ വചനം മുഴുവനും എന്നിലൂടെ ഒരു പ്രാവശ്യമെങ്കിലും കടന്നു പോകണം. I said, Lord, I want to claim every promise that is meant for me in the New Testament, in the Bible, before I leave. ഈ ഭൂമി ഞാൻ വിട്ടുവരിയുന്നതിന് മുമ്പ് എന്നെക്കുറിച്ച് പുതിയ നിയമത്തിലും പഴയ നിയമത്തിലുമുള്ള എല്ലാ വാഗ്ദത്തങ്ങളും എന്നിൽ നിവർത്തിയായി തീരുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. Not the promises for Israel, but the promises that are meant for me. ഇസ്രായേലിന് വേണ്ടിയുള്ള വാഗ്ദത്തങ്ങളല്ല, എനിക്ക് വേണ്ടി തിരുവചനത്തിലുള്ള എല്ലാ വാഗ്ദത്തങ്ങളും. I don't want to miss out one. അതിൽ ഒന്നുപോലും നഷ്ടപ്പെട്ടു പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. And secondly, രണ്ടാമതായി I said, Lord, I want to obey every commandment in Scripture that is meant for me before I leave this earth. ഈ ഭൂമിയുടെ പരപ്പ് വിട്ട് ഞാൻ പോകുന്നതിന് മുമ്പായിട്ട് തിരുവചനത്തിൽ എനിക്കായിട്ട് നൽകപ്പെട്ടിരിക്കുന്ന എല്ലാ വാഗ്ദത്തങ്ങളും നിവൃത്തിയായിട്ട് മാത്രം കടന്നു പോകാൻ ഞാൻ That's ആഗ്രഹിക്കുന്നു. the same attitude that Jesus had. അതേ മനോഭാവമായിരുന്നു യേശുക്രിസ്തു ലോകത്തിലായിരുന്നപ്പോൾ അവനും. He wanted to fulfill the whole word of God before he left this earth. ഈ ലോകം വിട്ടു പിരിയുന്നതിന് മുമ്പ് അവനെക്കുറിച്ചുള്ള എല്ലാ വചനങ്ങളും പൂർത്തീകരിക്കാൻ അവൻ ആഗ്രഹിച്ചു. A lot of us say we are following Jesus. Do you want to follow Jesus in this area? നമ്മൾ എല്ലാവരും പറഞ്ഞ് ഞാൻ യേശുക്രിസ്തുവിനെ പിൻഗണിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ മേഖലയിൽ യേശുവിനെ പിൻപറ്റാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? Our Christian life is so superficial because we only think of forgiveness of sins. നമ്മുടെ ക്രിസ്തീയ ജീവിതം എല്ലാം ഉപരിപ്ലവമായിട്ടാണ് പോകുന്നത്. കാരണം നമ്മൾ പാപക്ഷമ മാത്രമാണ് ഊന്നൽ കൊടുക്കുന്ന വിഷയം. Forgiveness of sins is all that's required, then we need only a one-page Bible. പരിശുദ്ധാത്മാ പാപക്ഷമ മാത്രമാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഒരു പുറമുള്ള ഒരു തിരുവചന പുസ്തകം We need only one page in the Bible. വേദപുസ്തകത്തിലെ ഒരു പേപ്പർ മാത്രം നമ്മൾ Christ died for our sins, rose again from the dead. Repent and believe in Him, and your sins are forgiven. യേശുക്രിസ്തു പാപികൾക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ചുവെന്ന് വിശ്വസിക്കുക, നിന്റെ പാപം ക്ഷമിച്ചിരിക്കുന്നു. Why do you need such a huge Bible? എന്തിനാണ് ഇത്ര വലിയൊരു വേദപുസ്തകം നിങ്ങൾക്ക് Is it ആവശ്യം? only to have forgiveness of sins? പാപക്ഷമ മാത്രമാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ അത് പോരെ. Like I said last time, the devil has cheated God's people of their inheritance. കഴിഞ്ഞ സെഷനിൽ ഞാൻ പറഞ്ഞതുപോലെ നമ്മളുടെ ജന്മാവകാശത്തെക്കുറിച്ചുള്ള ബോധ്യത്തിൽ നിന്നും സാത്താൻ നമ്മളെ അന്ധരാക്കിയിരിക്കുകയാണ്. If your very wealthy father wrote a will for you, would you study it carefully? നിന്റെ പിതാവ്, ധനികനായ പിതാവ് നിനക്ക് വേണ്ടി ഒരു വിൽപത്രം എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നീ അത് ശ്രദ്ധാപൂർവ്വം പഠിക്കുകയില്ലയോ? This is the will our heavenly Father wrote for us, this book. സ്വർഗീയ പിതാവ് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി എഴുതിയിരിക്കുന്നതാണ്, വിൽപത്രമാണ് ഈ പുസ്തകം. Do you read this as carefully as you would if a rich father wrote a will for you? നിനക്ക് വേണ്ടി നിന്റെ ധനികനായ പിതാവ് എഴുതി വെച്ചിട്ട് കടന്നുപോയ ഒരു വിൽപത്രം വായിക്കുന്ന അത്രയും ശ്രദ്ധയോടെ നീ ഈ പുസ്തകം വായിക്കുന്നുണ്ടോ? Why would you read that more carefully? എന്തുകൊണ്ടാണ് നീ അത് വളരെ ശ്രദ്ധയോടെ വായിക്കുന്നത്? Why would you read it 10 times to see where all is this money stored? എനിക്ക് വെച്ചിരിക്കുന്ന ധനം, സമ്പാദ്യം, പണം, വസ്തുവകൾ എന്ന് അറിയാനായിട്ട് നീ ആകാംക്ഷയോടെ വീണ്ടും വീണ്ടും ആ വിൽപത്രം വായിക്കില്ലേ? Because money is a very important thing for you. കാരണം പണം എന്നുള്ളത് നിന്നെ സംബന്ധിച്ചുള്ള ഏറ്റവും വിലപിടിപ്പുള്ള ഒരു കാര്യമാണ്. But spiritual life is not such an important thing. ആത്മീയ ജീവിതം അത്രയും താല്പര്യമുള്ളതല്ല. And God sees that. ദൈവം അത് കാണുമ്പോൾ God says, okay, you get what you want. ദൈവം പറയും, നിനക്ക് പണമാണെങ്കിൽ നീ പണത്തിന്റെ പിറകെ പോകാൻ നിനക്ക് അത് And ലഭിക്കും. when Christ comes back,
എന്നാൽ കർത്താവായ യേശുക്രിസ്തു മടങ്ങി you വരുമ്പോൾ will discover how much you have lost. നിനക്ക് എത്രമാത്രം നഷ്ടമുണ്ടായി എന്ന് നീ അന്ന് മനസ്സിലാക്കും. Some of you must have gone through a lot of effort to get a visa to come to Kuwait. നിങ്ങൾ പലരും കുവൈറ്റിലേക്ക് കടന്നു വരുവാനായിട്ട് ഒരു വിസയ്ക്ക് വേണ്ടി ധാരാളം പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു. And to get a visa for your family. അതുപോലെ നിങ്ങളുടെ കുടുംബത്തിന്റെ വിസ ലഭിക്കുവാൻ വേണ്ടി You didn't just try once and forget it. നിങ്ങൾ ആദ്യമായിട്ട് പരിശ്രമിച്ചപ്പോൾ അത് ലഭിച്ചു കാണുകയില്ല. You tried and tried and tried and tried because you said, I can get some benefit if I get a job in Kuwait. നിരന്തര പരിശ്രമത്തിന്റെ ഫലമായിട്ട് എനിക്ക് കുവൈറ്റിൽ ഒരു ജോലി കിട്ടുന്നതിലൂടെ എനിക്ക് കുറച്ച് പ്രയോജനം ഉണ്ടാകും എന്നുള്ള വിശ്വാസം I can get money. എനിക്ക് പണം ലഭ്യമാകും. I can get my children educated properly. എന്റെ കുഞ്ഞുങ്ങളെ നല്ല വിദ്യാഭ്യാസം നൽകുവാനായിട്ട് എനിക്ക് I സാധിക്കും. can build a house for myself. എനിക്കായിട്ട് സ്വന്തമായിട്ടൊരു വീട് പണിയുവാൻ Which I സാധിക്കും. can't do if I'm in India. ഞാൻ ഇന്ത്യയിലാണെങ്കിൽ എനിക്കത് സാധിക്കുകയില്ല. Is that wrong? ഇത് തെറ്റാണോ? No. ഒരിക്കലും Perfectly all right. ഒരിക്കലും തെറ്റല്ല. You can find a job anywhere you like. നിങ്ങൾക്ക് താല്പര്യമുള്ള എവിടെയും നിങ്ങൾക്ക് ജോലി What കണ്ടുപിടിക്കാം. I'm saying is, ഞാൻ പറയുന്നതിന്റെ താല്പര്യം എന്തെന്നോ, why don't we have the same eagerness to possess spiritual riches? ആത്മീയ സമ്പത്ത് സ്വായത്തമാക്കാൻ എന്തേ നമുക്ക് ഇത്രയും ഉത്കടമായ ഒരു വാഞ്ച ഇല്ലാത്തത്? And say, if I get spiritual riches, I will be able to prepare my children to live for God on this earth. ഈ ആത്മീയ സമ്പത്ത് എനിക്ക് ലഭ്യമായി കഴിഞ്ഞാൽ എനിക്ക് എന്റെ കുഞ്ഞുങ്ങളെ ഈ വക്രതയും കോട്ടമുള്ള തലമുറയുടെ നടുവിൽ കർത്താവിന് വേണ്ടി വളർത്തിക്കൊണ്ടുവരാൻ സാധിക്കും. Just like you work hard here to get your children a good education. നല്ല വിദ്യാഭ്യാസം ലഭിക്കാനായിട്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി നിങ്ങളിവിടെ അഹോരാത്രം പണിയെടുക്കുന്നതിന് അതുപോലെ തന്നെ. Is that enough? അത് മാത്രമാണോ? What about your children living for God on this earth? നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ദൈവത്തിനായിട്ട് തന്നെ ജീവിക്കുന്നവരാണെങ്കിൽ. I have 4 sons. എനിക്ക് 4 And പുത്രന്മാരാണ്. I tell you, my passion for them is that they will carry on what I'm doing. എന്റെ ഹൃദയത്തിന്റെ ഏറ്റവും താല്പര്യം, ഇച്ഛ, വാഞ്ച, ഞാൻ എന്ത് ചെയ്യുന്നു അത് അവർ ചെയ്യണമെന്നുള്ളതാണ്. From childhood, I taught them the word of God for that purpose. അവരുടെ ചെറുപ്പം മുതലേ ദൈവത്തിന്റെ വചനം ഞാൻ അവരെ അഭ്യസിപ്പിച്ചു. I said, you must be filled with the Holy Spirit. ഞാൻ അവരോട് പറഞ്ഞു, നീ പരിശുദ്ധാത്മാവിൽ നിറയണം. Because in your generation, you have to preach God's word. കാരണം നിന്റെ തലമുറയിൽ ദൈവത്തിന്റെ വചനം പ്രസംഗിക്കേണ്ടവൻ നീയാണ് എന്ന് അവരോട് ഞാൻ 4 പേരോടും പറഞ്ഞു. Do you have a desire like that? നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് അങ്ങനെ ഒരു വാഞ്ചയുണ്ടോ? Are you happy just because they got a good job? അവർക്ക് നല്ലൊരു ജോലി കിട്ടിയത് കൊണ്ട് നിങ്ങൾ സംതൃപ്തരാണോ? Do you have a desire that God's word must go to the next generation? അടുത്ത തലമുറയിലേക്ക് ദൈവത്തിന്റെ വചനം കടന്നു പോകണമെന്ന് നിങ്ങൾക്ക് ഒരു ആഗ്രഹമുണ്ടോ? God gave you children for that purpose. ദൈവം നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ നൽകിയിരിക്കുന്ന ആ ഉദ്ദേശത്തോടു കൂടിയാണ്. Otherwise, we are like the worldly businessmen. They also want their children to get a good education, make a lot of money. അതുപോലെ ലോകത്തിലെ ബിസിനസ്സുകാരനും അവന്റെ കുഞ്ഞുങ്ങളെ വിദ്യാഭ്യാസം നടത്തി സമ്പത്തുണ്ടാക്കുക എന്നുള്ളതാണ് അവന്റെ താല്പര്യം. We can say our doctrines are all different. അവർ പറയും നമ്മുടെ ഉപദേശങ്ങളും See, like, വ്യത്യാസമാണ്. When we look at all the different Christian denominations, there are so many different doctrines. പല പല ക്രിസ്തീയ വിഭാഗങ്ങൾ നമ്മൾ നോക്കുമ്പോൾ അവരുടെ ഉപദേശ രൂപത്തിലും വിഭിന്നതയുണ്ട്. There was a atheist philosopher in France 200-300 years ago. 200-300 വർഷങ്ങൾക്ക് മുമ്പ് ഫ്രാൻസിൽ ഉണ്ടായിരുന്ന ഒരു നിരീശ്വരവാദി ഉണ്ടായിരുന്നു. His name was Voltaire. വോൾട്ടയർ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. He was an atheist. അവനൊരു നിരീശ്വരവാദിയായിരുന്നു. But he looked at all the denominations. അവൻ എല്ലാ ക്രിസ്തീയ There വിഭാഗങ്ങളും were നോക്കി. Catholics കത്തോലിക്കരെ, and Protestants, പ്രൊട്ടസ്റ്റന്റ്, Anglicans, Methodists, Calvinists, and so many different groups like that in Europe. യൂറോപ്പിൽ അന്നുണ്ടായിരുന്ന പല പല ക്രിസ്തീയ വിഭാഗങ്ങളെ നോക്കി standing different doctrines. പല ഉപദേശത്തിന് വേണ്ടി നിൽക്കുന്നവർ. Some say you got to pray to Mary, some say no, you don't pray to Mary. ചിലരെ മേരിയോട് മറിയോട് പ്രാർത്ഥിക്കണമെന്ന് പറയുന്നു, ചിലർ Some പറയുന്നു say വേണ്ട. infant baptism. ചിലർ പറയുന്നു ശിശു സ്നാനം. Anabaptist said adult baptism. ബാപ്റ്റിസ്റ്റ് പറയുന്നു, അവർ പറയുന്നു അതല്ല മുതിർന്ന സ്നാനം. And so many different doctrines. അങ്ങനെ പല പല ഉപദേശ രൂപങ്ങളുണ്ട്. We are right, you are right. ഞങ്ങളാണ് ശരി, നീ തെറ്റാണ്, നീ തെറ്റാണ്, ഞങ്ങളാണ് ശരി എന്ന് പറയുന്നവർ. And he looked at all of them. ഇവരെ എല്ലാവരെയും നോക്കിയിട്ട് അദ്ദേഹം പറഞ്ഞു. And you know what he said? അയാൾ പറഞ്ഞതെന്ന് He said all these Christians have different doctrines. ഈ ക്രിസ്ത്യാനികൾക്കെല്ലാം പല പല ഉപദേശങ്ങളുണ്ട്. But when it comes to the love of money, they are all the same. എന്നാൽ ദ്രവ്യാഗ്രഹത്തിലേക്ക് വരുമ്പോൾ അവർ ഒരേ ഉപദേശമാണെന്ന് പറഞ്ഞു. It's true in Kerala. കേരളത്തിൽ അത് തികച്ചും സത്യമാണ്. When it comes to dowry, it doesn't matter whether you're Catholic or Pentecostal. സ്ത്രീധനത്തെ കുറിച്ച് വരുമ്പോൾ നീ കത്തോലിക്കനാണോ പെന്തക്കോസ്തുകാരാണോ എല്ലാവർക്കും ഒരേ ഉപദേശമാണ്. God's standards don't matter. അത് ദൈവത്തിന്റെ ഉപദേശ രൂപത്തിൽ അവിടെ വ്യത്യാസമില്ല. So what is this? Only a difference in doctrine. ഇത് ഉപദേശ രൂപത്തിൽ മാത്രമുള്ള വ്യത്യസ്തതയാണ്. Absolutely no difference in life.
ജീവിതത്തിൽ അല്പം പോലും വ്യത്യാസമില്ലാത്ത. The Roman Catholic husband and wife fight with each other. The Pentecostal husband and wife fight with each other. What is the difference? റോമൻ കത്തോലിക്ക ദമ്പതികൾ വഴക്കടിക്കുന്നു, പെന്തക്കോസ്ത് ദമ്പതികളും വഴക്കടിക്കുന്നു. And the brethren husband and wife also fight with each other. ബ്രദറൻ സഹോദരി ഭാര്യാഭർത്തക്കന്മാരും വഴക്കടിക്കുന്നു. But doctrine they fight. Oh, this is different. This is different. എന്നാൽ ഉപദേശ രൂപത്തിനായിട്ട് അവർ ശക്തിയുക്തം വാദിക്കുന്നു. When we stand before God, നമ്മൾ ദൈവത്തിന് in the final മുമ്പാകെ day, ന്യായവിധി നാളിൽ is he going to give a big question paper to check your doctrine? എൻ്റെ ഉപദേശ രൂപം ശരിയാണോ എന്നുള്ളത് ചെക്ക് ചെയ്യാനായിട്ടൊരു ക്വസ്റ്റ്യൻ പേപ്പർ അദ്ദേഹം തരുമോ, ദൈവം തരുമോ? You know what the Bible says? തിരുവചനം എന്താണെന്ന് He's പറയുമ്പോൾ going to examine what we did, നമ്മൾ ചെയ്ത കാര്യങ്ങളാണ് അവൻ what പരിശോധിക്കാൻ. we spoke, നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ, not our doctrines. ഉപദേശത്തെ കുറിച്ചല്ല. That's why we need to take scripture seriously. അതുകൊണ്ടാണ് നമ്മൾ ദൈവത്തിന്റെ വചനം ഗൗരവപൂർവ്വം എടുക്കേണ്ടത്. Every word in the New Testament is the word of his grace. പുതിയ നിയമത്തിലെ ഓരോ വചനങ്ങളും അവന്റെ കൃപയുടെ വചനങ്ങളാണ്. It's not meant to be taken lightly. അത് ലാഘവ ബുദ്ധിയിൽ എടുക്കേണ്ട കാര്യങ്ങളല്ല. Everything. എല്ലാ കാര്യങ്ങളും. I showed you these two commands, for example, ഈ ഉദാഹരണമായിട്ട് ഞാൻ ഈ രണ്ട് കൽപ്പനകൾ നിങ്ങളെ കാണിക്കാം. which we already saw. നമ്മൾ ഓൾറെഡി Rejoice in the Lord always. ക്രിസ്തുയേശുവിൽ എല്ലായ്പ്പോഴും സന്തോഷിപ്പിൻ. Or put away all anger. അത് എല്ലാ കയ്പും നിങ്ങളിൽ നിന്ന് മാറ്റിക്കളയുക. All anger. എല്ലാ കോപവും. I mean, these are commands that God has given us. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന കൽപ്പനകൾ ചിലതാണിത്. And he said that all men will know you are my disciples when you love one another. ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, നിങ്ങളുടെ സ്നേഹം കണ്ട് എല്ലാ മനുഷ്യരും നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് അറിയുമെന്ന്. These are things we have to pursue seriously. വളരെ ഗൗരവത്തോടെ നമ്മൾ അന്വേഷിക്കേണ്ട കാര്യങ്ങൾ ഇവയൊക്കെയാണ്. So the question comes, അപ്പോൾ അവിടെ ഒരു ചോദ്യം is വരുന്നു, it possible to live this life? ഇങ്ങനെ ഒരു ജീവിതം ജീവിക്കുക സാധ്യമാണോ? First of all, we need to ask this question. ആദ്യമായിട്ട് നമ്മൾ നമ്മോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. Is the Bible the word of God? സത്യവേദ പുസ്തകം ദൈവത്തിന്റെ വചനം തന്നെയാണോ? Does this book have commandments or only suggestions? ഈ പുസ്തകത്തിന് കൽപ്പനകൾ ഉണ്ടോ അതോ വെറും സജഷൻസ് മാത്രമാണോ? Let me show you some scriptures which you may never have taken seriously. നമ്മൾ പലരും സീരിയസ് ആയിട്ട് എടുക്കാത്ത, ഗൗരവപൂർവ്വമായിട്ട് എടുക്കാത്ത ഒരു വചനം ഞാൻ നിങ്ങളെ കാണിക്കാം. Remember what I said in the last session? Every word is the word of his grace. കഴിഞ്ഞ സെഷനിൽ പറഞ്ഞ ഒരു വാക്യം നിങ്ങൾ ഓർക്കുന്നുണ്ട്, അവന്റെ വചനങ്ങളൊക്കെയും കൃപയുടെ വചനങ്ങളാണ്. That means there is grace available to fulfill every word that we read here. നമ്മളിവിടെ വായിക്കുന്ന ഓരോ വാക്യങ്ങളും അത് പൂർത്തീകരിക്കാനായിട്ട് ആവശ്യമായുള്ള കൃപ അവിടെ ഉണ്ട്. Let me show you a verse. ഞാനൊരു വാക്യം കാണിക്കാം. 1 John chapter 2 verse 6. 1 യോഹന്നാൻ 2:6. 1 യോഹന്നാൻ 2:6. Anyone who says he abides in Christ must walk in the same way as he walked. അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു. Just let there be a stoplight there. Just stop at that verse and think about it. ആ വചനത്തിന്റെ മുൻപിൽ വരുമ്പോൾ നമുക്ക് അവിടെ നിന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. I have to walk as Jesus walked on this earth. യേശുക്രിസ്തു ലോകത്തിൽ നടന്നതുപോലെ ഞാനും നടക്കേണ്ടതാകുന്നു. Is that a burden? അതൊരു ഭാരമാണോ? I think Jesus' life was the most free, happy, rejoicing life that any human being ever lived. ഈ ലോകത്തിന്റെ പരപ്പില് ജീവിച്ച ഏത് വ്യക്തിയെക്കാളും ഏറ്റവും സന്തുഷ്ടനും ഭാരമില്ലാതെ ഉത്സാഹത്തിൽ നടന്നൊരു വ്യക്തിയായിരുന്നു യേശുക്രിസ്തു. So this is not a burden. അതൊരു ഭാരമുള്ളൊരു കാര്യമല്ല. It's almost like telling me to fly like a bird. അത് ഒരു പക്ഷിയെ പോലെ പറക്കുന്ന എന്നൊരവസ്ഥയിലേക്ക് വരുന്ന കാര്യം പോലെ തന്നെയാണ്. Now the question is, ഇപ്പോൾ ചോദ്യം ഇതാണ്, would God give us a command like that if he knows it is impossible to obey? അസാധ്യമാണ്, അനുസരിപ്പാൻ സാധ്യമില്ല എന്ന് ദൈവം അറിഞ്ഞിരിക്കെ ഈ കാര്യം അവൻ നമുക്ക് നൽകുമോ? Another verse. വേറൊരു വാക്യം. 1 John chapter 2 verse 17. 1 യോഹന്നാൻ Chapter 2 verse 17. 2:17 നമ്മൾ വായിക്കുന്നു. The last part. അവസാന You know, the world is passing away, it says here. ലോകം അതിന്റെ മോഹം ഒഴിഞ്ഞു പോകുന്നു. ദൈവേഷ്ടം Who's going to remain forever? എന്നേക്കും നിലനിൽക്കുന്നവൻ ആരാണ്? The one who does the will of God. ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കുന്നു. What about some believer who claims to be a believer but does not do the will of God?
എന്നാൽ വിശ്വാസിയായി കടന്നിട്ട് വന്ന ഒരു വ്യക്തി ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നില്ലെങ്കിലോ? Who does what he likes, അവൻ ഇഷ്ടം പോലെ അവന് തോന്നുന്ന lives പോലെ as he ചെയ്യും. likes, അവന്റെ ജീവിതം അപ്രകാരം മുന്നോട്ട് പോകുന്നു. marries whom he likes, അവൻ ഇഷ്ടമുള്ളവരെ വിവാഹം കഴിക്കുന്നു. chooses his own decision in everything. എല്ലാ കാര്യത്തിനും അവന്റെ തീരുമാനം തന്നെ അവൻ എടുക്കുന്നു. Is he also going to live forever? അവൻ എന്നേക്കും ഇരിക്കുമോ? Then this word must be a lie. അങ്ങനെയാണെങ്കിൽ ഈ വചനം ഒരു ഭോഷ്കാണ്. Have you taken it seriously? തിരുവത്തിന്റെ ഈ വചനം നമ്മൾ The one ഗൗരവപൂർവ്വം എടുത്തിട്ടുണ്ടോ? who does the will of God abides forever. ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കുന്നു. Let me show you another verse. അടുത്തൊരു വാക്യം ഞാൻ കാണിക്കാം. 1 John 3, യോഹന്നാന്റെ 1 യോഹന്നാൻ 3 verse 2, രണ്ടാമത്തെ വാക്യം, middle of that verse. അതിന്റെ മധ്യഭാഗത്ത്, When Jesus appears, we shall be like him because we will see him as he is. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് I want to ask you a സദൃശന്മാരാകും. Let me ask you a question. എന്നൊരു ചോദ്യം ചോദിക്കട്ടെ. Do you have a hope that you will see Jesus face to face? യേശുക്രിസ്തുവിനെ മുഖാമുഖം കാണുമെന്നൊരു പ്രത്യാശ നിനക്കുണ്ടോ? Do you have a hope that when he comes you will be like him? അവൻ മടങ്ങി വരുമ്പോൾ നീ അവനെ പോലെ ആകുമെന്നുള്ളൊരു പ്രത്യാശ നിനക്കുണ്ടോ? You say yes. പറയും ഉണ്ട്, അതെ എന്ന് പറയും. What is the proof? അതിനുള്ള തെളിവെന്താണ്? You say, I believe it in my head. ഞാൻ എൻ്റെ തല കൊണ്ട് അത് വിശ്വസിക്കുന്നു എന്ന് It's not പറയും. enough. അത് മാത്രം പോരാ. See the next verse. അടുത്ത വാക്യം, If you really have this hope, ഈ പ്രത്യാശ ഉണ്ടെങ്കിൽ you will purify yourself until you reach his level of purity. അവന്റെ നിർമ്മലതയിലേക്ക് നീ ആയിത്തീരുന്നത് പോലെ നമ്മൾ തന്നെത്താൻ നിർമ്മലീകരിക്കുന്നു. That's what you read that. It's in your Bible. അത് നിങ്ങളുടെ വേദപുസ്തകത്തിലുണ്ട്. മൂന്നാമത്തെ വാക്യം, അവനിൽ പ്രത്യാശയുള്ളവരെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കുന്നു. Everyone. എല്ലാവരും. Now if you don't do that, നിങ്ങളത് ചെയ്യുന്നില്ല എങ്കിൽ, supposing you don't purify yourself, നീ നിന്നെ തന്നെ നിർമ്മലീകരിക്കുന്നില്ല എങ്കിൽ, according to this verse, I have to say you don't have this hope really. ഈ വചനത്തിന്റെ വെളിച്ചത്തിൽ എനിക്ക് പറയേണ്ടിയിരിക്കുന്ന നിനക്ക് ഈ പ്രത്യാശയില്ല. Am I saying something wrong? ഞാൻ തെറ്റായ കാര്യമാണോ എന്തെങ്കിലും പറഞ്ഞത്? Everyone who has this hope purifies himself. ഈ പ്രത്യാശയുള്ളവരെല്ലാം തന്നെത്താൻ നിർമ്മലീകരിക്കുമെന്നാണ് ഇവിടെ പറഞ്ഞത്. And one who does not purify himself obviously does not have this hope. അങ്ങനെ നിർമ്മലീകരിക്കാത്തവൻ ഈ പ്രത്യാശയില്ല എന്നുള്ളതാണ് അതിന്റെ സത്യം. Are you purifying yourself നിങ്ങൾ നിങ്ങളെ തന്നെ in നിർമ്മലീകരിക്കുന്നവരാണോ your life? നിന്റെ സ്വകാര്യ ജീവിതത്തിൽ? It says as he is pure means until you reach his standard. അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ എന്ന് പറയുമ്പോൾ അവന്റെ അതേ നിലവാരത്തിലേക്ക് വരുന്നത് വരെ. Are you cleansing yourself of the things that are impure in your life? നിങ്ങളുടെ ജീവിതത്തിൽ മലിനമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളെ തന്നെ നിർമ്മലീകരിക്കുന്നവരാണോ? You say, well, I ask God to cleanse me. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, എന്നെ നിർമ്മലീകരിക്കണമേ. God doesn't cleanse that part from you. ആ കാര്യം നിന്റെ ജീവിതത്തിൽ നിർമ്മലീകരിക്കുന്ന ദൈവത്തിന്റെ ജോലിയല്ല. He will cleanse you from the sins you committed. നീ ചെയ്ത പാപത്തിൽ നിന്നും അവൻ നിന്നെ വിടുവിക്കും, നിന്നെ ശുദ്ധനാക്കും, നിർമ്മലീകരിക്കും. If you confess your sins, നിന്റെ പാപങ്ങളെ നീ ഏറ്റുപറയുന്നില്ല. 1 John 1:9, 1 യോഹന്നാൻ he 1:9 will cleanse away all the unrighteousness you did. നിന്റെ സകല പാപങ്ങളെ ക്ഷമിച്ച് നിന്നെ അനീതിയും പോക്കി നമ്മെ That is ശുദ്ധീകരിക്കാൻ what God cleanses you from. അവൻ അങ്ങനെയാണ് അവൻ നമ്മളെ ശുദ്ധീകരിക്കുന്നത്. What about the other side of the coin? ആ നാണയത്തിന്റെ മറുപുറം എന്താണ്? Do we have to cleanse ourselves from something ചില കാര്യങ്ങൾ നമ്മൾ നമ്മളെ തന്നെ നിർമ്മലീകരിക്കേണ്ട ആവശ്യമുണ്ടോ? which God won't do? ദൈവം ചെയ്യാത്ത കാര്യം We have to do it. നമ്മൾ സ്വയമായിട്ട് ചെയ്യേണ്ട കാര്യമുണ്ട്. Yes. ഉണ്ട്. Let me show you. ഞാൻ നിങ്ങളെ കാണിക്കാം. 2 Corinthians 7 and verse 1. 2 കൊരിന്ത്യർ 7 അധ്യായം 2 Corinthians 7 verse 1. 2 കൊരിന്ത്യർ 7:1. Let us cleanse ourselves from all filthiness of the flesh and spirit, and thus perfect holiness in the fear of God. നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. He's not saying ask God to cleanse you. അത് ദൈവം ചെയ്യുന്ന ഒരു കാര്യമായിട്ടല്ല ഇവിടെ പറയുന്നത്, That is- പ്രാർത്ഥിക്കുന്ന കാര്യവുമല്ല. Our sins, we ask God to cleanse us. There's no other way. അവന്റെ നമ്മൾ ചെയ്ത പാപങ്ങൾ ശുദ്ധീകരിപ്പാൻ അവന്റെ രക്തം മതിയായതാണ്, അത് വേറെ മാർഗമില്ല. His blood cleanses us from all sin. നമ്മുടെ സകല പാപത്തെയും അവൻ ശുദ്ധീകരിക്കുന്നു. That is the sins we have committed. അത് നമ്മൾ ചെയ്ത പാപങ്ങൾ. But what about all the filthiness in our flesh and in our spirit? എന്നാൽ നമ്മുടെ ജഡത്തിലെയും ആത്മാവിലുമുള്ള കന്മഷം, മലിനത, അതെങ്ങനെയാണ് According to this ശുദ്ധീകരിക്കുന്നത്? verse, you read in your Bible, according to this verse, who's supposed to cleanse that? ഈ വചനത്തിന്റെ വെളിച്ചത്തിൽ നിങ്ങൾ നിങ്ങളുടെ വേദപുസ്തകത്തിൽ തന്നെ വായിക്കുക, ആരാണത് ചെയ്യേണ്ടത്? Let us cleanse ourselves. നമ്മൾ തന്നെ ചെയ്യേണ്ട പ്രവൃത്തിയാണത്. Have you ever done that? നിങ്ങൾ എപ്പോഴെങ്കിലും അത് ചെയ്തിട്ടുണ്ടോ? Let me show you another verse. വേറൊരു വാക്യം നിങ്ങളെ കാണിക്കാം. I really don't want to preach. I just want to show you God's word. ഞാൻ പ്രസംഗിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ദൈവത്തിന്റെ വചനം നിങ്ങളെ കാണിച്ചു തരാനായിട്ട് ആഗ്രഹിക്കുന്നു. 2 Timothy chapter 2 2 തിമോത്തിയോസ് 2 അധ്യായം and verse 21.
21-ാമത്തെ വാക്യം 2 തിമോത്തിയോസ് 2:21. If anyone cleanses himself from these things, he will be a vessel for honor, sanctified and useful to the master. ഇവയെ വിട്ടകന്ന് തന്നെത്താൻ വെടിപ്പാക്കുന്നവൻ വിശുദ്ധവും ഉടമസ്ഥന് ഉപയോഗമായ നല്ല വേലയ്ക്കൊക്കെയും ഒരുങ്ങിയിരിക്കുന്ന മാനപാത്രമായിരിക്കും. Who has to do that? We cleanse ourselves. നമ്മൾ ആരാണ് ചെയ്യേണ്ടത്? നമ്മൾ നമ്മളെ തന്നെ നിർമ്മലീകരിക്കും. What did we read in 1 John 3:3? 1 യോഹന്നാൻ 1:3 എന്നാണ് നമ്മൾ If we വായിച്ചത്. have this hope, we purify ourselves. ഇതിൽ പ്രത്യാശയുള്ളവൻ തന്നെത്താൻ നിർമ്മലീകരിക്കുന്നു എന്ന് വായിച്ചു. How many messages have you heard on cleansing ourselves? നമ്മളെ തന്നെ ശുദ്ധീകരിക്കുന്ന നിർമ്മലീകരിക്കുന്ന എത്ര സന്ദേശങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ട്? We have probably heard 1,000 sermons on the blood of Jesus cleansing us from sin. യേശുക്രിസ്തുവിന്റെ രക്തം നമ്മുടെ പാപങ്ങളെ മോചിക്കുന്ന ആയിരക്കണക്കിന് സന്ദേശങ്ങൾ നമ്മൾ കേട്ടിരിക്കാം. I remember in my younger days, I never heard one sermon on cleansing myself. എന്റെ ചെറുപ്പകാലത്ത് ഈ തരത്തിലുള്ള തന്നെത്താൻ നിർമ്മലീകരിക്കുന്ന ഒരു സന്ദേശവും ഞാൻ But കേട്ടിട്ടില്ല. when I started studying the scripture എന്നാൽ ഞാൻ തിരുവചനം വായിക്കാൻ തുടങ്ങിയപ്പോൾ with hunger ആ വിശപ്പോടും ദാഹത്തോടും വായിക്കാൻ and തുടങ്ങിയപ്പോൾ humility, താഴ്മയിൽ ഞാൻ വായിക്കാൻ I തുടങ്ങി. got a new Bible. എനിക്കൊരു പുതിയ വേദപുസ്തകം ലഭിച്ചു. And you'll get one too if you pay attention to what we're saying. ഇന്ന് നമ്മൾ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിലും അത് സാധ്യമായി. And when you get a new Bible, you'll get a new life. ആ ഒരു പുതിയ വേദപുസ്തകം നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ പുതിയ ജീവൻ നിങ്ങൾക്ക് Because you will know ലഭിക്കുന്നു. the truth. കാരണം നിങ്ങൾ സത്യം അറിയുന്നു. And the truth will set you free സത്യം നിങ്ങളെ സ്വാതന്ത്ര്യത്തിലേക്ക് വളർത്തുന്നു. from sin. പാപത്തിൽ നിന്നും When I സ്വാതന്ത്ര്യം. was a young Christian, ഞാനൊരു ചെറുപ്പക്കാരനായ ക്രിസ്ത്യാനിയായിരുന്നപ്പോൾ I came from the Orthodox Church. I didn't know much about the ഞാനൊരു Bible. ഓർത്തഡോക്സ് കുടുംബ പാരമ്പര്യത്തിൽ നിന്നും വന്നാണ്. എനിക്ക് വേദപുസ്തകത്തെക്കുറിച്ച് അധികം ജ്ഞാനമില്ലായിരുന്നു. And I saw all these denominations, ഈ സഭാവിഭാഗങ്ങളെല്ലാം each saying different things. പലരും പല കാര്യങ്ങൾ പറയുന്നു. Each say, we've got the truth. Those fellows are all wrong. എല്ലാവരും പറയുന്നു ഞങ്ങളാണ് സത്യസഭ, ബാക്കിയുള്ളവരെല്ലാം തെറ്റാണ്. Then I'd go to another church. They say, we got the truth. Those other fellows are wrong. വേറൊരു സഭയിലേക്കും അവരും പറയുന്നു ഞങ്ങളാണ് യഥാർത്ഥ സഭ, മറ്റവരെല്ലാം തെറ്റാണ്. I didn't know the Bible. എനിക്ക് ദൈവവചനത്തെ കുറിച്ചുള്ള ജ്ഞാനമില്ല. I was only 20 years old. എനിക്ക് 20 വയസ്സ് മാത്രമുള്ളപ്പോഴാണ് I was wondering how to know which of these is the truth. ഞാൻ ഓർത്ത് കർത്താവേ ഞാൻ എങ്ങനെയാണ് ഇത് സത്യം, യഥാർത്ഥ സത്യം ഏതാണെന്ന് എങ്ങനെയാണ് And മനസ്സിലാകുന്നത്. here's the verse that helped me. ഈ വചനമാണ് എന്നെ സഹായിച്ചത്. That's the verse in front of this pulpit. You shall know the truth, and the truth shall set ഈ you free. പുൽപിറ്റിന്റെ എഴുതി വെച്ചിരിക്കുന്ന ഈ വാക്യം സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യുന്നുള്ള And ഈ what the വാക്യം Lord said to me was, എന്നോട് ദൈവം അതിന് ഒരു പറഞ്ഞൊരു കാര്യം ഞാൻ പറയട്ടെ. how to find out which of these is the truth. All these so many denominations preaching. ഈ സഭാവിഭാഗങ്ങൾ പ്രസംഗിക്കുന്നതിൽ നിന്നും ഏതാണ് സത്യമെന്ന് ഞാൻ എങ്ങനെയാണ് അറിയുന്നത്? If it sets you free from sin in your life, that is the truth. നിന്റെ ജീവിതത്തിലെ പാപത്തിൽ നിന്ന് നിന്നെ സ്വതന്ത്രനാക്കുന്നെങ്കിൽ ആ കാര്യമാണ് സത്യം. If it does not set you free from sin, അത് നിന്നെ പാപത്തിൽ നിന്നും സ്വാതന്ത്ര്യത്തിലേക്ക് വരുത്തുന്നില്ല എങ്കിൽ then whatever you may say, it's not the truth. അത് നീ എന്തെല്ലാം പറഞ്ഞാലും അത് സത്യമല്ല. Maybe partial truth, അത് ചിലപ്പോൾ ഒരു സത്യത്തിന്റെ ഒരു ഭാഗം മാത്രമായി 10% truth. 10% സത്യമായിരിക്കാം. But if you know the full truth, you'll be set free. എന്നാൽ നീ സമ്പൂർണ്ണ സത്യം അറിയുമ്പോൾ സമ്പൂർണ്ണ സ്വാതന്ത്ര്യം നിനക്കുണ്ടാവും. Jesus said that. He was talking about being free from sin in John chapter 8. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ അവൻ പാപത്തിൽ നിന്നും സ്വാതന്ത്ര്യം ലഭിക്കുന്നതിനെ കുറിച്ച് That പറയുമ്പോൾ verse is John 8:32. നമ്മളിവിടെ മുൻഭാഗത്ത് എഴുതി വെച്ചിരിക്കുന്ന വാക്യം യോഹന്നാന്റെ സുവിശേഷം 8:32 വാക്യമാണ്. They said, what do you mean we will be free? അപ്പോൾ നിങ്ങൾ ചോദിക്കും എന്താണ് നീ That's സ്വാതന്ത്ര്യത്തിലേക്ക് what the വരുന്നത്? Jews asked in verse 33. ആ 33-ാമത്തെ വാക്യത്തിൽ അവർ What does പറയുന്നുണ്ട് it mean we'll be free? ഞങ്ങൾ സ്വതന്ത്രരാകണമെന്ന് പറയുന്നത് നീ എന്താണ് He അർത്ഥമാക്കുന്നത്? said, I'll explain it. അപ്പോൾ ഞാൻ അത് Jesus said, അതിന് യേശു 34-ാമത്തെ വാക്യത്തിൽ if you commit sin, verse 34, you're a slave of sin. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു പാപം ചെയ്യുന്നവനെല്ലാം പാപത്തിന്റെ ദാസനാകുന്നു. But verse 36, if the Son makes you free from sin, you'll be free indeed. എന്നാൽ 36-ാമത്തെ വാക്യത്തിൽ പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. That is the thing that helped me the most. ഈ കാര്യമാണ് എന്റെ ജീവിതത്തിൽ എന്നെ ഏറ്റവും അധികം സഹായിച്ചത്. I said, Lord, now I know how to find out the truth. യഥാർത്ഥ സത്യം മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണെന്ന് എനിക്കിപ്പോൾ അറിയാമെന്ന് ഞാൻ The ദൈവത്തോട് പറഞ്ഞു. truth is that which will set me free from sin in my thought life, പാപത്തിൽ നിന്നും എന്റെ ചിന്താമേഖലയുള്ള പാപത്തിൽ നിന്ന് എനിക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം വരുത്തുന്ന ഒരു which കാര്യമാണ് will സത്യം. set me free from sinning with my tongue, എന്റെ നാവ് കൊണ്ട് വ്യാജം പറഞ്ഞ് പാപം that ചെയ്തതിനുള്ള will സ്വാതന്ത്ര്യം, deliver me from anger and from gossiping and all the sins of the tongue. കോപത്തിൽ നിന്ന് മറ്റുള്ളവരെ കുറിച്ച് പരദൂഷണം പറയുന്നത് അപ്രകാരമുള്ള നാവിന് പ്രകാരമുള്ള എല്ലാ പാപത്തിൽ നിന്നും എനിക്ക് സ്വാതന്ത്ര്യം വരുത്തുന്ന ജീവിതം. That will bring peace and love in my attitudes at home towards my married partner. എന്റെ ദാമ്പത്തിക പങ്കാളിയോട്, വിവാഹ പങ്കാളിയോട്, എന്റെ ഭവനത്തിലെ സൗമ്യതയിലെ സമാധാനത്തിലെ ഉത്കണ്ഠയില്ലാതെ That is the truth. അതാണ് സത്യം. I'll tell you honestly, it took me many years to find it, but I thank God I found it. എന്നാൽ ആ കാര്യം കണ്ടെത്തുവാനായിട്ട് എനിക്ക് ധാരാളം വർഷങ്ങൾ എടുത്തു. ദൈവം എനിക്ക് തന്നതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു.
I was determined that this is the most important thing I must find before I leave this earth. ഈ ഭൂമിയുടെ പരപ്പിൽ നിന്ന് ഞാൻ വിട്ടുപോകുന്നതിന് മുമ്പായിട്ട് ഞാൻ മനസ്സിലാക്കേണ്ട ഒരു സത്യം ഇതാണെന്ന് ഞാൻ ഹൃദയത്തിൽ ഉറച്ചു. When I was 14 and a half years old, ഞാൻ 14 വയസ്സുള്ളപ്പോൾ I was selected to join the National Defense Academy. നാഷണൽ ഡിഫൻസ് അക്കാഡമിയിൽ ജോയിൻ ചെയ്യാനായിട്ട് എന്നെ And I തിരഞ്ഞെടുത്തു. joined to become a naval officer. ഞാൻ അവിടെ ഒരു നേവൽ ഓഫീസർ ആകാനായിട്ട്. I was not converted. ഞാൻ ആ ദിവസങ്ങളിൽ ഞാൻ വീണ്ടും ജന്മം പ്രാപിച്ച വ്യക്തിയായിരുന്നില്ല. I had earthly ambitions just like all people. എല്ലാ വ്യക്തികളെയും പോലെ എനിക്ക് ഭൗമികമായിട്ടുള്ള ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. And I said, "Look, I'm going to work hard and go right up to the top of the Navy." ഇന്ത്യൻ നേവിയുടെ തലപ്പത്ത് ആയി തീരാനായിട്ട് ഞാൻ ഇവിടെ കഠിനാധ്വാനം ചെയ്യുമെന്ന് ഞാൻ തീരുമാനിച്ചു. I was determined. ഞാൻ അതിനായിട്ട് ഹൃദയത്തിൽ നിന്ന് ഉറച്ചു. And I worked towards it and worked towards it and worked towards it. ഞാൻ ആ ഒരു പദവി ലഭിക്കാനായിട്ട് കഠിനാധ്വാനം But ചെയ്തുകൊണ്ടേയിരുന്നു. 5 years later, I got converted. എന്നാൽ 5 വർഷത്തിന് ശേഷം ഞാൻ വീണ്ടും ജന്മം And പ്രാപിച്ചു. Christ came into my life. യേശുക്രിസ്തു എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. And it was a total surrender of my life to Christ. യേശുക്രിസ്തുവിനായിട്ട് എന്റെ ജീവിതത്തിന്റെ മുഴുവനും സമർപ്പണമായിരുന്നു. My whole ambitions changed. എന്നാൽ എന്റെ ഹൃദയത്തിന്റെ താല്പര്യങ്ങൾ പ്രാധാന്യം മാറി. My eyes were open to see what is of value in eternity. നിത്യതയിൽ വിലയുള്ള കാര്യം എന്തെന്നുള്ളതിനെ കുറിച്ചൊരു വെളിപ്പാട് ദൈവം എനിക്ക് അന്ന് നൽകി. Why did God allow me to be born onto this earth? ഈ ഭൂമിയുടെ പരപ്പിൽ ഞാൻ ജനിപ്പാനായിട്ട് ദൈവം എന്തിനെ അനുവദിച്ചു എന്നുള്ള കാര്യത്തിൽ എനിക്ക് Was it വെളിപ്പാട്. just to make a lot of money and become an admiral in the Navy? നേവിയിലെ ഒരു അഡ്മിറലായിട്ട് ധാരാളം പണം സമ്പാദിക്കാൻ വേണ്ടിയാണോ ദൈവം എന്നെ ഈ ഭൂമിയിലേക്ക് ജനിക്കാൻ അനുവദിച്ചത്? I realized no, there must be more than that. എനിക്ക് വെളിപ്പാടുണ്ടായി, അല്ല, അതിലും വലിയ കാര്യത്തിലാണ്. And I had a tremendous desire to find out, why did you allow me to be born on this earth? ഈ ഭൂമിയിൽ ദൈവമേ ഞാൻ ജനിക്കാനായിട്ട് നീ എന്തിനാണ് അനുവദിച്ചത് I എന്നുള്ള want കാര്യം to know the മനസ്സിലാക്കാനായിട്ട്, purpose. I want to fulfill that plan. ആ പ്ലാൻ എന്തെന്നും ആ ഉദ്ദേശം എന്തെന്നും അറിയാനായിട്ട് ഞാൻ ദൈവത്തിന്റെ I സന്നിധിയിൽ don't want to just drift along on this earth and say I'm a Christian, attend a few meetings and die. ഈ ഭൂമിയിലെ എല്ലാവരും പോകുന്ന പോലെ ഞാനൊരു ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞ് ചില യോഗങ്ങൾ പങ്കെടുത്ത് മരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് I പറഞ്ഞു. want to ask you, are you living like that? ഞാൻ ചോദിച്ചു, ദൈവമേ എന്താണ് നീ No sense of purpose in your life? നിങ്ങളുടെ ജീവിതത്തിന്റെ ഉദ്ദേശത്തെ No understanding why God allowed you to be born onto this earth? ഈ ഭൂമിയിൽ നീ ജനിക്കാനായിട്ട് ദൈവം അനുവദിച്ച എന്തിനാണെന്നൊരു ബോധ്യം Just നിനക്കുണ്ടോ? easing your conscience by attending some meetings? ചില ഈ യോഗങ്ങൾ കടന്നു വന്ന് പ്രാർത്ഥനകളിൽ പങ്കെടുത്ത് നിങ്ങളുടെ And then- ആ മനസാക്ഷിയെ സമാധാനിപ്പിച്ചു പോവുകയാണോ? And build your house, get your children married and educated and all, and die. ആ വീടുകൾ പണിയുന്നു, കുഞ്ഞുങ്ങളെ വിവാഹം ചെയ്തയക്കുന്നു, അവസാനം മരിക്കുന്നു. I've also got a house. I also got my children educated. എനിക്ക് ഒരു വീടുണ്ട്, എൻ്റെ കുഞ്ഞുങ്ങളെ വിദ്യാഭ്യാസം ചെയ്യിപ്പിച്ചിട്ടുണ്ട് ഞാൻ. But that's not my purpose in life. എൻ്റെ ജീവിതത്തിന്റെ പ്രധാന ലക്ഷ്യം അതല്ല. എൻ്റെ ജീവിതത്തിന്റെ ലക്ഷ്യം അതല്ല. I remember years ago when I got my first house. എനിക്ക് ആദ്യമായിട്ടൊരു വീട് ലഭിച്ചത് ഞാൻ ഇപ്പോൾ ഓർക്കുന്നു. I said, Lord, if that's going to be an idol to me, burn it up. കർത്താവേ, ഇതൊരിക്കൊരു വിഗ്രഹമായി തീരുന്നെങ്കിൽ ഇതിനെ എരിച്ചു കളയുക എന്ന് ഞാൻ ദൈവത്തോട് പറഞ്ഞു. I'm not going to worship my house. ഞാൻ എൻ്റെ വീടിനെ ആരാധിക്കാൻ പോകുന്നില്ല. It's not important for me, just a place to stay. എനിക്ക് താമസിക്കാൻ ഒരു ഇടം അത്ര മാത്രമേ ഞാൻ There's എന്നെ a കാണൂ. purpose God has for me. എന്നാൽ ദൈവത്തിന് എന്നെ കുറിച്ചൊരു ഉദ്ദേശമുണ്ട്. Dear brothers and sisters, please listen. പ്രിയ സഹോദരിമാരെ ശ്രദ്ധയോടെ കേൾക്കണേ. If you don't fulfill the purpose with which God brought you to this earth, ദൈവം നിന്നെ എന്തുദ്ദേശത്തോടുകൂടി ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്നു എന്നുള്ള കാര്യം നീ പൂർത്തീകരിക്കുന്നില്ല എങ്കിൽ you can be just like the animals. നിനക്ക് വെറും ഒരു മൃഗതുല്യനായിട്ട് ഈ They ഭൂമിയിൽ also നിൽക്കാം. give birth to children. അവർ കുഞ്ഞുങ്ങൾക്ക് ജന്മം They കൊടുക്കും, also look after their children. അവരുടെ കുഞ്ഞുങ്ങളെ അവർ പരിപാലിക്കുന്നു, And then they die. അതിനുശേഷം ആ മൃഗങ്ങളും മരിക്കുന്നു. Is that all you're going to do? അത് മാത്രമാണ് അവർ ചെയ്യുന്നത്. Come here and earn a lot of money and take care of your children and die. ഇവിടെ വന്നു പണമുണ്ടാക്കുന്നു, കുഞ്ഞുങ്ങളെ എല്ലാം വിദ്യാഭ്യാസം ചെയ്യിക്കുന്നു, അതിനുശേഷം മരിക്കുന്നു. You say, no, but I also went to some meetings. അപ്പോൾ നിങ്ങൾ പറയും, ഇല്ല, ഞാൻ ചില യോഗങ്ങളിലും പങ്കെടുക്കുന്നുണ്ട്. No, God has got a specific plan for your life. ഇല്ല, ദൈവത്തിന് നിന്റെ ജീവിതത്തെക്കുറിച്ചൊരു പ്രത്യേക ഉദ്ദേശമുണ്ട്. Maybe He called you when you were young to be a prophet, നീ ഒരു പ്രവാചകനായി തീരാൻ വേണ്ടിയാണ് നിന്റെ യൗവനകാലത്ത് അവൻ നിന്നെ വിളിച്ചത്. but you didn't want that. എന്നാൽ നിനക്കത് You went in some ആഗ്രഹമില്ലായിരുന്നു. other direction നിന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം നീ മാറി, ദിശ മാറി. because you sought for something else. കാരണം നീ ഭൂമിയിൽ മറ്റു ചിലത് എന്തിനെയോ കാംക്ഷിച്ചു. Ask God what His purpose for your life is. ദൈവത്തോട് ചോദിക്കുക, നിന്നെ ഭൂമിയിൽ സൃഷ്ടിച്ചതിന്റെ ഉദ്ദേശം See, എന്തെന്ന്. the moment you give your life to Christ നിന്റെ ജീവിതം ദൈവത്തിനായിട്ട് നീ നൽകപ്പെട്ട completely, 100% നൽകി, you become a member of His body. നീ അവന്റെ ശരീരത്തിലെ ഒരു അവയവമായി തീർന്നു. Just like this human body has got many members. ഈ മനുഷ്യ ശരീരത്തിന് പല And അവയവങ്ങളുള്ളതുപോലെ every member has got a particular function. ഓരോ അവയവത്തിനും ഓരോ ജോലിയുണ്ട്. That's why
the believers are called the body of Christ. അതുകൊണ്ടാണ് വിശ്വാസികൾ ക്രിസ്തുവിന്റെ ശരീരമെന്ന് You വിളിക്കപ്പെടുന്നത്. can't just do anything you like. നിനക്ക് തോന്നിയതുപോലെ ചെയ്യുക സാധ്യമല്ല. The hand, for example, ഉദാഹരണമായിട്ട് കൈ. is not meant to talk or see or hear. ആ കൈ ഉണ്ടാക്കിയിരിക്കുന്നത് സംസാരിപ്പാനോ കാണുവാനോ അല്ല. The ear is not appointed to talk. ആ ചെവി ഉണ്ടാക്കിയിരിക്കുന്നത് സംസാരിക്കാൻ വേണ്ടിയല്ല. The tongue is not appointed to see or hear. നാവ് സൃഷ്ടിച്ചിരിക്കുന്നത് കാണുവാനോ And അല്ല. like that, the internal organs all have got a function. അതുപോലെ തന്നെ ആന്തരിക അവയവങ്ങൾ പലതും സൃഷ്ടിച്ചിരിക്കുന്നതിന് ഓരോന്നിനും ഓരോ ഉദ്ദേശമുണ്ട്. That is the truth that gripped my heart. ആ കാര്യമാണ് എൻ്റെ ഹൃദയത്തെ പിടിച്ച സത്യം. I said, Lord, I am a member of your body. ഞാൻ പറഞ്ഞു, ദൈവമേ, ഞാൻ നിന്റെ ശരീരത്തിലെ ഒരു അംഗമാണ്. I want to know what my function is. എൻ്റെ ഉദ്ദേശം, എൻ്റെ പ്രവൃത്തി എന്താണെന്ന് ഞാൻ അറിയാൻ I ആഗ്രഹിക്കുന്നു. believe I have a function. എനിക്കൊരു ജോലി ഉണ്ടെന്ന് എനിക്കറിയാം. The most important thing, first of all, is to be healthy. ഏറ്റവും അത്യാവശ്യമായ കാര്യം ആരോഗ്യമുള്ളവരായിട്ടിരിക്കുക. This hand cannot fulfill its function if it's not healthy. ആരോഗ്യമുള്ള ഒരു കൈയല്ല എങ്കിൽ കൈയുടെ ഈ പ്രവൃത്തി ഈ കൈകൊണ്ട് ചെയ്യുക സാധ്യമല്ല. If the hand is paralyzed, what can it do? എന്റെ കൈ തളർന്നതാണെങ്കിൽ അതിനുകൊണ്ട് എന്ത് ചെയ്യാൻ If സാധിക്കും? the eye is diseased, what can it do? എന്റെ കണ്ണിന് അസുഖമുണ്ടെങ്കിൽ അതുകൊണ്ട് എന്ത് So the പ്രയോജനം? first thing is healthy. ആദ്യമായിട്ട് ആരോഗ്യമുള്ള ഒരു അവയവം. Everything can fulfill its function in the body only if it's healthy. ആരോഗ്യമുള്ള ഒരു അവയവമെങ്കിൽ മാത്രമേ അതിന്റെ പ്രവൃത്തി അതിന് തികച്ചും That is പൂർണ്ണമായിട്ട് why ചെയ്യാൻ we say സാധ്യമാകൂ. we must be free from sin. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നമ്മൾ പാപത്തിൽ നിന്നും സ്വാതന്ത്ര്യം പ്രാപിച്ചിരിക്കണം. Spiritually speaking, healthy means being free from sin. ആത്മീയമായിട്ട് പറഞ്ഞാൽ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യമുള്ളവരാണ് ആരോഗ്യമുള്ള ആരോഗ്യമുള്ളവർ. That's why we speak so much about it. അതുകൊണ്ടാണ് നമ്മൾ അതിനെക്കുറിച്ച് ധാരാളം So സംസാരിക്കുന്നത്. each of us, even if you're a new believer, നീ ഒരു പുതിയ വിശ്വാസിയാണെങ്കിൽ കൂടെ you must ask the Lord, Lord, show me what is your plan for my life. ദൈവത്തോട് ചോദിക്കണം, ദൈവമേ, ദൈവത്തിന്റെ ശരീരമാകുന്ന അവയവത്തിൽ ആ സഭയിൽ എന്റെ ജോലി എന്താണെന്ന് നീ ചോദിക്കണം. Let me show you two verses. രണ്ട് വാക്യങ്ങൾ എന്നെ കാണിക്കും. First of all, Jeremiah 29 verse 11. യെരമ്യാവിന്റെ പുസ്തകം 29:11. യെരമ്യാവിന്റെ പുസ്തകം 29:11. You know, it's good to remember these verses. It's good to remember these verses. ഈ വാക്യങ്ങൾ ഓർത്തു വെക്കുന്നത് ഏറ്റവും നല്ലതാണ്. If you have a Bible, look it up. നിങ്ങൾക്കൊരു ബൈബിൾ ഉണ്ടെങ്കിൽ അത് നോക്കുക. Or write it down and look it up later. ഇല്ലെങ്കിൽ എഴുതി വെച്ചിട്ട് പിന്നെ നോക്കുക. Or get the DVD and listen to it again. അല്ലെങ്കിൽ ഈ DVD വാങ്ങിച്ചിട്ട് വീണ്ടും ശ്രവിക്കുക, കാണുക. But it's very important to understand it. വളരെ പ്രാധാന്യമേറിയ ഒരു കാര്യമാണ് ഇത് Jeremiah മനസ്സിലാക്കുക. 29:11. യെരമ്യാവിന്റെ പുസ്തകം 29:11. The Lord says, I know the plans I have for you, plans for your welfare, to give you a future and a hope. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രയുള്ള നിരൂപണങ്ങൾ എന്ന് യഹോവയുടെ അരുളപ്പാട്. When I was 21 years old, ഞാൻ 21 വയസ്സുള്ള ഒരു യുവാവായിരുന്നു. God showed me, ദൈവം എന്നെ ഈ വാക്യം I've കാണും. got a plan for your life. നിന്നെക്കുറിച്ച് നിന്റെ ജീവിതത്തെക്കുറിച്ച് എനിക്കൊരു പദ്ധതി ഉണ്ട് എന്ന് ദൈവം It's പറഞ്ഞു. not by a voice from heaven. അത് സ്വർഗത്തിൽ നിന്നൊരു ശബ്ദമായിട്ടല്ല. I've never heard a voice from heaven. സ്വർഗത്തിൽ നിന്നൊരു ശബ്ദവും ഞാൻ But കേട്ടിട്ടില്ല. I hear his voice frequently from this book. എന്നാൽ തിരുവചനത്തിലൂടെ ദൈവത്തിന്റെ ശബ്ദം ഞാൻ കേൾക്കുന്നു. He's got a plan for me, it says here. ഇവിടെ എഴുതിയിരിക്കുന്നു, എന്നെക്കുറിച്ചുള്ള പ്ലാനുകളെ കുറിച്ച് ഇവിടെ And they are എഴുതിയിട്ടുണ്ട്. plans for my good. എന്റെ നന്മയ്ക്കായിട്ടുള്ള നിരൂപണങ്ങൾ എന്നാണ് എഴുതിയിരിക്കുന്നത്. Sometimes I make plans for my own life, they won't be for my good. ഞാൻ എന്റെ ജീവിതത്തെക്കുറിച്ച് ചില നിരൂപണങ്ങൾ പ്ലാനുകൾ ഉണ്ടാക്കും, അത് ചിലപ്പോൾ നന്മയ്ക്കുള്ളതായിരിക്കില്ല. You make plans for your life, it can create a lot of confusion. നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് നിങ്ങൾ നിരൂപിക്കുന്ന നിരൂപണങ്ങൾ അതവിടെ കുഴച്ചിലുകളും മറിച്ചിലുകളും ഉണ്ടാക്കാം. We make our plans based on how much money I'll get, how much comfort I can get, how much convenient is it, etc. നമ്മൾ നിരൂപിക്കുന്ന നിരൂപണങ്ങൾ കൂടുതലും നമുക്ക് എത്രമാത്രം പണം ഉണ്ടാക്കാം, സൗകര്യം ഉണ്ടാക്കാം, സുഖങ്ങൾ ഉണ്ടാക്കാം എന്നുള്ളതാണ് നമ്മൾ നിരൂപിക്കുന്നത്. But God thinks of our eternal good. എന്നാൽ ദൈവം നിരൂപിക്കുന്ന നിരൂപണങ്ങൾ നമ്മുടെ നിത്യതയെക്കുറിച്ചുള്ള നന്മയെ You know, we can use an illustration from the way parents think and little children think. മാതാപിതാക്കൾ ചിന്തിക്കുന്നതും കുഞ്ഞുങ്ങൾ ചിന്തിക്കുന്നതുമായിട്ട് നമുക്ക് ഇത് ചിന്തിക്കാം. How do you plan for your children? നിങ്ങളുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് കുട്ടികൾക്കായിട്ട് നിങ്ങൾ എന്താണ് നിരൂപിക്കുന്നത്? When you send them to school, അവരെ സ്കൂളിലേക്ക് അയക്കുമ്പോൾ എന്താണ് നിങ്ങൾ what is your ambition? നിങ്ങളുടെ ഹൃദയത്തിന്റെ താല്പര്യം എന്താണ്? You're അവരെ thinking not of 1 or 2 years. നിങ്ങൾ ഒരു 1-2 വർഷത്തേക്കുള്ള ചിന്തയല്ല. You're thinking of their life 25-30 years from now. അതിനു ശേഷം 25-30 വർഷങ്ങൾക്ക് ശേഷം അവർ 40 years from now you're thinking of when you send them to kindergarten. കിൻഡർഗാർട്ടൻ സ്കൂളിലേക്ക് അയക്കുമ്പോഴേ അവന്റെ 40 വയസ്സിന് ശേഷം അവൻ എങ്ങനെയായി തീരുമെന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. But what is your child thinking of? എന്നാൽ നിന്റെ കുഞ്ഞെന്താണ് He ചിന്തിക്കുന്നത്? doesn't think of all that. അവൻ അതിനെ കുറിച്ചൊന്നും He ചിന്തിക്കുകയില്ല. says, I can go and play some marbles or something with the children over there. അവിടെയുള്ള കുഞ്ഞുങ്ങളെടുത്ത് പോയി എനിക്ക് എന്തെങ്കിലും ഗോലി കളിക്കാമെന്നുള്ളതാണ് അവൻ ചിന്തിക്കുന്നത്.
His vision is so short. കാരണം അവന്റെ കാഴ്ചപ്പാട് വളരെ ചെറുതാണ്. That's why some of those children don't take their studies seriously. അതുകൊണ്ടാണ് പല കുഞ്ഞുങ്ങളും വിദ്യാഭ്യാസം ഗൗരവമായിട്ട് എടുക്കാത്തത്. How many parents have struggled trying to get their children to study? മാതാപിതാക്കൾ കഠിന ശ്രമം നടത്തുന്നുണ്ട് ഈ കുഞ്ഞുങ്ങളോട് പഠിക്കടാ എന്ന് പറഞ്ഞ്. They don't understand it. They're so short-sighted. അവർക്കത് മനസ്സിലാകത്തില്ല. അവർ ഹ്രസ്വദൃഷ്ടിയുള്ളവരാണ്. They go to school to have fun. അവർ സ്കൂളിൽ പോകുന്നത് അവർക്ക് സന്തോഷം. But your vision is long-sighted. എന്നാൽ മാതാപിതാക്കളുടെ ദർശനം എന്താണ്? Now in the same way, God has got plans for us. അതുപോലെ നമ്മളെക്കുറിച്ച് ഓരോരുത്തർക്കും ദൈവത്തിനൊരു നിരൂപണമുണ്ട്. Our vision is so short-sighted. നമ്മുടെ നിരൂപണങ്ങൾ വളരെ ഹ്രസ്വദൃഷ്ടിയുള്ളതാണ്. Yeah, I must earn a lot of money and settle down and be comfortable and then retire. ലോകത്തിൽ കുറച്ച് കാശുണ്ടാക്കുക, സുഖസൗകര്യത്തോടെ ജീവിക്കുക, ഒരു റിട്ടയർമെന്റ് ജീവിതം നയിക്കുക. Go regularly to church to ease my conscience. നമ്മുടെ മനസാക്ഷിക്ക് ഒരു സുഖം കിട്ടാനായിട്ട് ചില യോഗങ്ങളിൽ കടന്നു പോവുക. You can live 80 years and never accomplish God's plan for your life. 80 വർഷക്കാലം ഭൂമിയിൽ ജീവിച്ചാലും ദൈവത്തിന്റെ ആ നിരൂപണങ്ങൾ പൂർത്തിയാക്കാതെ കടന്നു പോകാം. Because you never sought it. കാരണം നിങ്ങൾ അതിനായിട്ട് ദൈവത്തിന്റെ മുഖം You were not interested in it. നിങ്ങൾക്ക് ആ കാര്യത്തിൽ താല്പര്യമില്ലായിരുന്നു. You just wanted to go to heaven when you die. നിങ്ങൾ മരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു സ്വർഗ്ഗരാജ്യം, അത് മാത്രമാണ് നിന്റെ താല്പര്യം. You know, when I began to serve God in India, and particularly in the last 35 years, കഴിഞ്ഞ 35 വർഷക്കാലമായിട്ട് ഇന്ത്യയിൽ ഞാൻ ദൈവത്തിന്റെ വേല ചെയ്യുന്ന ഒരു കാര്യത്തോട് ബന്ധത്തിൽ പറയട്ടെ. I said, Lord, I do not want to meet people who want to go to heaven. ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, സ്വർഗ്ഗത്തിലേക്ക് പോകാൻ മാത്രം ആഗ്രഹിക്കുന്ന വ്യക്തികളെ ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നു. Everybody in India wants to go to heaven. ഇന്ത്യയിലുള്ള എല്ലാവരും സ്വർഗ്ഗരാജ്യത്തിൽ പോകാൻ താല്പര്യമുണ്ട്. I've never till today met a man who wants to go to hell. നരകത്തിൽ പോകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെ പോലും ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല. I don't want to meet people who want to go to heaven. സ്വർഗ്ഗരാജ്യത്തിൽ പോകാൻ താല്പര്യമുള്ളവരെ കാണാൻ എനിക്ക് താല്പര്യമില്ല. I'm not at all interested in meeting Christians whose only ambition is to go to heaven. സ്വർഗ്ഗരാജ്യത്തിൽ പോവുക മാത്രമാണ് ലക്ഷ്യമായിട്ടുള്ള ക്രിസ്ത്യാനികളെ കാണാനും എനിക്ക് താല്പര്യമില്ല. I say, Lord, I don't even want such people in our church. നമ്മുടെ സഭയിൽ അങ്ങനെയുള്ള ആൾക്കാരെ എനിക്ക് വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. Let them go and sit in some other dead church. അതുപോലെ ആ നിർജീവമായിട്ടുള്ള സഭകളിൽ അവർ പോയി ഇരിക്കട്ടെ. I want to meet people who want to follow Jesus on earth before they go to heaven. സ്വർഗ്ഗരാജ്യത്തിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് ഭൂമിയുടെ പരപ്പിൽ നടക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ ആ പാദമുദ്രകൾ കൂടി നടപ്പാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളെയാണ് കാണാൻ എനിക്ക് താല്പര്യം. People who are so grateful that Jesus died for them. യേശുക്രിസ്തുവിന്റെ തങ്ങളുടെ ജീവൻ ഞങ്ങൾക്കായിട്ട് നൽകിയതോർത്ത് ഹൃദയത്തിന്റെ ഉള്ളിൽ വളരെ നന്ദിയോടെ they want to live 100% for him before they leave this earth. ഈ ലോകം വിട്ടുപിരിയുന്നതിന് മുമ്പ് യേശുവിനായിട്ട് 100% ജീവിതത്തെ കൊടുത്ത് ജീവിക്കാൻ താല്പര്യമുള്ളവർ. I say, Lord, if there are only 10 people like that in Bangalore, those are the only 10 people I want to meet. കർത്താവേ, അപ്രകാരമുള്ള 10 വ്യക്തികൾ മാത്രമേ ബാംഗ്ലൂർ ഉള്ളെങ്കിൽ അവർ ഞങ്ങളുടെ സഭയിൽ ഉണ്ടായിരിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. I am not interested in the 10,000 people who want to go to heaven. സ്വർഗ്ഗരാജ്യത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന 10,000 പേരിൽ എനിക്ക് താല്പര്യമില്ല. And I believe God is also interested only in such people. അങ്ങനെയുള്ളവരിൽ മാത്രമാണ് ദൈവത്തിനും താല്പര്യം. Because wanting to go to heaven when I die can be a very selfish desire. ഒരിക്കലും മരണത്തിന് ശേഷം സ്വർഗ്ഗരാജ്യത്തിൽ പോകണമെന്ന് മാത്രം താല്പര്യമുള്ളവൻ സ്വാർത്ഥനായി തീരാം. Don't we have a sense of gratitude for what Christ had done for us? കർത്താവ് നിനക്ക് വേണ്ടി ചെയ്തൊരു കാര്യത്തിൽ നിനക്ക് നന്ദിയുള്ള ഹൃദയം ദൈവത്തോടില്ലേ? Don't you feel, Lord, I want to live my life for you, showing my gratitude for what you did for me. കർത്താവേ, കാൽവറിയിൽ നീ എനിക്കായിട്ട് ചെയ്ത പ്രവൃത്തിക്ക് നന്ദി സൂചകമായിട്ട് നിനക്കായിട്ട് എന്തെങ്കിലും ചെയ്തു തീർക്കാനായിട്ട് ഒരു മാർഗ്ഗം നീ എന്നെ കാണിക്കണമേ നിങ്ങൾ പ്രാർത്ഥിക്കാറില്ലേ? About 18 years ago, I had a road accident. 18 വർഷങ്ങൾക്ക് മുമ്പ് എനിക്കൊരു റോഡ് അപകടം ഉണ്ടായി. It was in August 1993. 1993 ഓഗസ്റ്റ് 19 I've ridden a scooter 45 years and I never hit anybody, nobody hit me. ഞാൻ 45 വർഷക്കാലമായിട്ട് സ്കൂട്ടർ ഓടിക്കുന്നു. ഞാൻ ആരെയും ഇടിച്ചിട്ടില്ല, ആരും എന്നെ ഇടിച്ചിട്ടില്ല. That day, എന്നാൽ ആ ദിവസം I was crossing a railway line on my moped. എൻ്റെ മോപ്പഡിൽ ഞാൻ റെയിൽവേ ലൈൻ ക്രോസ് ചെയ്യായിരുന്നു. And there was a new guy at that level crossing. ആ ലെവൽ ക്രോസ് ഓപ്പറേറ്റ് ചെയ്തിരുന്ന ഒരു പുതിയൊരു വ്യക്തിയായിരുന്നു. And I had crossed one level crossing. Before I came to the other level crossing, he lowered it. ഞാൻ ആദ്യത്തേത് ക്രോസ് ചെയ്തു. രണ്ടാമത്തെ ക്രോസ് ചെയ്തതിന് മുമ്പായിട്ട് അദ്ദേഹം ആ ലെവൽ ക്രോസ് താത്തു. I hit that on my chest and fell down unconscious on the railway line. നെഞ്ചത്ത് ഇടിക്കുകയും ഞാൻ ബോധശൂന്യനായിട്ട് റെയിൽവേ ട്രാക്കിൽ കിടക്കുകയും ചെയ്തു. I still don't know how long I lay there. അവിടെ എത്ര നാൾ ഞാൻ അവിടെ കിടന്നത് എനിക്കറിയില്ല. Somebody picked me up. എന്നാൽ ചിലർ എന്നെ എടുത്തു. And anyway, God took care of me. I was not seriously injured or anything. എനിക്ക് ഗുരുതരമായ അപകടമില്ലാതെ ദൈവം എന്നെ അവിടെ സൂക്ഷിച്ചു. I could have died. എനിക്ക് മരണം സംഭവിക്കാമായിരുന്നു ആ സമയത്ത്. 18 years ago. 18 വർഷങ്ങൾക്ക് മുൻപ്. And when I got up, I said, Lord, ഞാനത് ദൈവത്തോട് ഇപ്രകാരം പറഞ്ഞു. I said, Lord, I have not finished saying thank you to you for dying for me on the cross. കാൽവരി ക്രൂശിൽ എനിക്കായിട്ട് നീ മരിച്ചതിനെ
നിന്നോട് നന്ദി പറഞ്ഞ് ഞാൻ ഇതുവരെ തീർന്നിട്ടില്ല പിതാവേ ദൈവമേ എന്ന് ഞാൻ പറഞ്ഞു. Give me a few more years to say thank you to you. നിന്നോട് നന്ദി പറയാനായിട്ട് എനിക്ക് അല്പം വർഷങ്ങൾ കൂടി നൽകണമെന്ന് ഞാൻ ദൈവത്തോട് പറഞ്ഞു. Not with my lips on Sunday morning, that is easy. എല്ലാ ഞായറാഴ്ച രാവിലെ എൻ്റെ നാവ് കൊണ്ട് പറഞ്ഞല്ല, But by a life of sacrifice. എന്നാൽ ഒരു ത്യാഗപൂർണമായ ഒരു ജീവിതം കൊണ്ട് അത് കാണിപ്പാൻ എന്നെ A life സഹായിക്കണം. of self-denial, of serving other people. മറ്റുള്ളവരെ സേവിപ്പാനായിട്ട് എൻ്റെ സ്വന്തം ജീവനെ ത്യജിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം നയിപ്പാൻ നീ എന്നെ Building സഹായിക്കണം. your church. ദൈവത്തിന്റെ സഭയെ പണിതുകൊണ്ട് I'm very thankful that God has given me these 18 years. എനിക്ക് 18 വർഷം ദൈവം തന്നത് ഓർത്ത് ഞാൻ ദൈവത്തോട് നന്ദിയുള്ളവനാണ്. It's been a tremendous privilege to plant churches in many places in these 18 years. ഈ 18 വർഷക്കാലത്തിനുള്ളിൽ പല സ്ഥലങ്ങളിലും ദൈവത്തിന്റെ സഭ സ്ഥാപിപ്പാനായിട്ട് ദൈവം എന്നെ സഹായിച്ചു. God can do wonderful things through you. നിന്നിലൂടെ ദൈവത്തിന് വളരെ അത്ഭുതകരമായ കാര്യങ്ങൾ ചെയ്തു If തീർക്കാൻ you have a സാധ്യമാണ്. tremendous passion to say thank you to Jesus for dying for you on the cross. കാൽവരി ക്രൂശിൽ നിനക്ക് വേണ്ടി മരിച്ചതിനായിട്ട് ദൈവത്തോട് നന്ദി പറയുവാനായിട്ടുള്ള ഒരു താല്പര്യം നിനക്കുണ്ടെങ്കിൽ, Not with your words. നിന്റെ നാവ് കൊണ്ട് മാത്രമല്ല, വാക്കുകൊണ്ട് മാത്രമല്ല. There are at least 2 billion Christians in the world who are saying thank you with their words. ഈ 2 ബില്യൺ ആൾക്കാർ ലോകത്തിൽ യേശുക്രിസ്തുവിനോട് ഇതുപോലെ നന്ദി പറയുന്നതാണ്. That's only with words. അത് നാവ് കൊണ്ട് മാത്രം. The word of God, Jesus says, these people draw nigh to me with their mouth, but their hearts go far from me, running after their money. ദൈവത്തിന്റെ വചനത്തിൽ പറയുന്ന പോലെ ഈ ജനം നാവ് കൊണ്ട് എന്നെ ഭജിക്കുന്നെങ്കിലും ഹൃദയം അവരുടെ ഹൃദയം എന്നെ വിട്ട് ബഹുദൂരത്തായിരിക്കുന്നു എന്ന് പറയുന്നത്. Going after money. പണത്തിന്റെ പിന്നാലെ പോകുന്നു. That's what the Bible says. അതാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. But their lips they draw near to me. എന്നാൽ അവരുടെ നാവ് കൊണ്ട് എന്നെ It സ്തുതിക്കുന്നു. happened in the first century, it's happening in the 21st century. ഒന്നാം also. നൂറ്റാണ്ടിലും 21-ാം നൂറ്റാണ്ടിലും അതേ കാര്യം തന്നെ നടക്കുന്നു. See, because some Christians, their attitude is this. ചില ക്രിസ്ത്യാനികളുടെ മനോഭാവം വിവിധമാണ്. What is the minimum I must do to go to heaven? സ്വർഗരാജ്യത്തിലേക്ക് പോകാനായിട്ട് ഏറ്റവും കുറച്ച് എനിക്ക് എന്ത് ചെയ്യുവാൻ സാധിക്കും On this earth. ഈ ലോകത്തിൽ ജീവിച്ചുകൊണ്ട്? What is the bare minimum, like paying income tax? Nobody pays more income tax than is needed. ഇൻകം ടാക്സ് അടയ്ക്കുന്നത് പോലെ ഏറ്റവും ആ കറക്റ്റ് ആ ലെവൽ So what മാത്രമാണ് is the കൂടുതൽ minimum I have to do to please God and go to heaven? ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് സ്വർഗരാജ്യത്തെ പ്രവേശിപ്പാനായിട്ട് ഏറ്റവും കുറച്ച് എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? At the same time, അതേസമയം തന്നെ what is the maximum of material things I can get from God by prayer? ആ ദൈവത്തോട് പ്രാർത്ഥിച്ച് ഭൗമികമായിട്ടുള്ള കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ ദൈവത്തിൽ നിന്ന് പ്രാപിക്കാനും എങ്ങനെ കഴിയും? And if I have succeeded in doing that, ആ കാര്യം ചെയ്യാൻ ഞാൻ വിജയിച്ചെങ്കിൽ I think I'm a clever person. അപ്പോൾ ഞാൻ ഒരു സമർത്ഥനായ വ്യക്തിയാണ്. In my earthly life, I got the maximum amount of material things from God, and I did the minimum required to go to heaven, and I went to heaven. എൻ്റെ ഭൗമികമായ ജീവിതത്തിൽ ഞാൻ ദൈവത്തിൽ നിന്നും ഏറ്റവും അധികം പ്രാപിക്കുകയും സ്വർഗരാജ്യത്തിലേക്ക് പോകാനായിട്ട് അല്പം മാത്രം ചെയ്ത ഒരു വ്യക്തിയാണെങ്കിൽ ഞാൻ സമർത്ഥനാണെന്ന് ചിന്തിക്കും. It's like that little Sunday school boy. അതൊരു സൺഡേ സ്കൂളിലെ ആ ചെറിയ കുട്ടി പറഞ്ഞതുപോലെയാണ്. The teacher was telling the story of the rich man and Lazarus. ആ ധനവാന്റെയും ലാസറിനെയും കഥ പഠിപ്പിച്ച ആ ഒരു സൺഡേ സ്കൂൾ അധ്യാപകൻ ഇങ്ങനെ പഠിപ്പിച്ചു. Lazarus, a poor beggar, died and went to heaven. ലാസർ ദരിദ്രനായിട്ടൊരു യാചകനായിട്ട് അവൻ മരിച്ചു. The rich man died and went to hell. എന്നാൽ ധനികൻ മരിച്ചു നരകത്തിലേക്ക് പോയി. So the teacher said, "Children, whom do you want to be like?" ആ അധ്യാപകൻ ചോദിച്ചു, മക്കളെ നിങ്ങൾ ഇവരിൽ ആരായി തീരാൻ ആഗ്രഹിക്കുന്നു? And one clever boy stood up. ഒരു സമർത്ഥനായ ഒരു കുട്ടി എഴുന്നേറ്റ് എന്ന് പറഞ്ഞു, I want to be like the rich man on earth and like Lazarus after I die. അവൻ പറഞ്ഞു, ഞാൻ ആ ധനികനായിട്ട് ഭൂമിയിൽ ജീവിക്കാനും ലാസറിന്റെ അവസ്ഥയിൽ സ്വർഗത്തിൽ ജീവിക്കാനും ആഗ്രഹിക്കുന്നു പറഞ്ഞു. Very clever. വളരെ സമർത്ഥനായ കുട്ടി. Do you want to do the minimum necessary to go to heaven? സ്വർഗരാജ്യത്തിലേക്ക് പോകാനായിട്ടുള്ള ഏറ്റവും തുലവും ഏറ്റവും കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു? And to get the maximum of material things before you go? അതിനു മുൻപായിട്ട് ഈ ലോകത്തിൽ ജീവിക്കാൻ ഏറ്റവും അധികമായിട്ട് നിങ്ങൾ ലഭിക്കാൻ ആഗ്രഹിക്കുന്നു? Or is your attitude like this? അതോ നിങ്ങളുടെ മനോഭാവം വിവിധത്തിലാണോ? Lord, when you came to earth, കർത്താവേ നീ ഭൂമിയിൽ വന്നപ്പോൾ you didn't come here to say, what is the minimum I can do for these wretched sinners? ഈ നശിച്ച പാപികൾക്കായിട്ട് എനിക്ക് ഏറ്റവും കുറച്ച് എന്ത് ചെയ്യാമെന്നുള്ളൊരു മനോഭാവത്തിലല്ലല്ലോ നീ You think he would have died on the cross if he came here to do the minimum for us? നമുക്കായിട്ട് ഏറ്റവും ചെറുത് ചെയ്യാൻ വേണ്ടിയാണോ അവൻ കാൽവരിയിൽ മരിച്ചത്? No, he came here to say, ഒരിക്കലുമല്ല. Father, what is the maximum I can do for these poor sinners? ഈ പാവപ്പെട്ട പാപികൾക്കായി അവരെ രക്ഷിപ്പാനായിട്ട് എനിക്ക് ഏറ്റവും അധികം ചെയ്യുവാൻ കഴിയുന്ന എന്തെന്ന് അവൻ പിതാവിനോട് ചോദിച്ചു. And he wasn't living on earth thinking, Father, what is the maximum amount of wealth I can get from you, earthly things, before I leave? ഒരിക്കലും അവൻ പിതാവിനോട് പിതാവേ ഈ ഭൂമിയിൽ വിട്ടുപോകുന്നതിന് മുമ്പ് ഏറ്റവും അധികം ധനം എനിക്ക് സമ്പാദിക്കാൻ കഴിയുമെന്ന് അവൻ ചോദിച്ചു. His whole 33.5 years was a life of sacrifice. 33 വർഷക്കാലം അവൻ ത്യാഗപൂർണമായ ഒരു ജീവിതമായിരുന്നു നയിച്ചത്. And we say we love him.
നമ്മൾ എന്നിട്ട് പറയും നമ്മൾ അവനെ We say സ്നേഹിക്കുന്നു. we want to follow him. നമ്മൾ പറയും നമ്മൾ അവനെ പിൻഗമിപ്പാൻ ആഗ്രഹിക്കുന്നെന്ന്. What should our attitude be? ഇന്ന് നമ്മുടെ മനോഭാവം എന്താണ് സൗരസ്? Lord, I have only one life on this earth. കർത്താവേ, ഈ ഭൂമിയിൽ എനിക്ക് ഒരു ജീവിതം മാത്രമേ What ഉള്ളൂ. is the maximum you can get out of my life for എന്റെ your ജീവിതത്തിൽ നിന്നും kingdom? ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ എനിക്ക് നിനക്കായിട്ട് എന്ത് ചെയ്യുവാൻ What is the സാധിക്കും? maximum I can do for you? നിനക്കായിട്ട് എനിക്ക് ഏറ്റവും അധികമായിട്ട് ചെയ്യാനായിട്ട് എന്തെല്ലാം ചെയ്യാൻ സാധിക്കും? I want that. ഞാനത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. And if you come to God like that, He will show you His plan for your life. ആ ആത്മാവിൽ നിങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ നിങ്ങളെ കുറിച്ചുള്ള നിരൂപണങ്ങൾ അവൻ കാണിച്ചു And തരും. He'll give you the power of His Holy Spirit to fulfill it. അത് നിർവഹിപ്പാനായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി നിങ്ങൾക്ക് He ലഭ്യമാകും. will continuously fill you with the Holy Spirit. അവൻ എല്ലായ്പ്പോഴും നിരന്തരമായിട്ട് നിന്റെ പരിശുദ്ധാത്മാവിൽ നിറയ്ക്കും. Another verse, one was I showed you, Jeremiah 29:11. യെരമ്യാവിന്റെ പുസ്തകം 29:11 ഞാൻ നിങ്ങളെ കാണിച്ചു. അടുത്തൊരു I വാക്യം, told you, I'll show you another verse. വേറൊരു വാക്യം ഞാൻ നിങ്ങളെ കാണിക്കാം. Ephesians chapter 2. എഫേസ്യ ലേഖനം 2-ാം അധ്യായം. Now we all know the verse Ephesians 2:8, by grace are you saved through faith and not of works. എഫേസ്യ ലേഖനം 2-ാമത്തെ വാക്യം നമുക്കെല്ലാം അറിയാം. നമ്മൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ട് കൃപയാലല്ലോ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ള വാക്യം നമുക്കറിയാം. So in our salvation from the wrath of God there are no works. ദൈവത്തിന്റെ കോപത്തിൽ നിന്ന് നമുക്കുള്ള രക്ഷയ്ക്കായിട്ട് ദൈവത്തിന്റെ കൃപയാണ്. For the forgiveness of our sins there are no works, zero. നമ്മുടെ ഒരു പ്രവൃത്തികളുമല്ല നമ്മുടെ പാപക്ഷമയ്ക്ക് അടിസ്ഥാനം. By grace are you saved through faith. വിശ്വാസത്താൽ ദൈവത്തിന്റെ കൃപയാൽ നാം It is the രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. gift of God. അത് ദൈവത്തിന്റെ ഒരു ദാനമാണ്. Ephesians 2:9, no works at all. പ്രവൃത്തികൾ ഒന്നും പ്രശംസിപ്പാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല. That is for the foundation of our life. അത് നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാനമാണ്. Now nobody lays a foundation and leaves it there. ഒരു അടിസ്ഥാനം ഇട്ടിട്ട് ആരും അതിനെ അവിടെ ഉപേക്ഷിച്ചിട്ട് പോവുകയില്ല. We build a house on that ആ foundation. അടിസ്ഥാനത്തിന്റെ മേൽ ഒരു ഭവനം പണിയുന്നു, So ഒരു in വീട് the പണിയുന്നു. foundation there are no works. ആ അടിസ്ഥാനത്തിൽ ഒരു പ്രവൃത്തിയുമില്ല. But we have to build a superstructure now. എന്നാൽ അതിന്റെ മുകളിലേക്കുള്ള നിലകൾ That പണിയാൻ is നമുക്ക് fulfill പണിയാവശ്യം. God's plan for our life. നമ്മുടെ ജീവിതത്തെ കുറിച്ചുള്ള നിരൂപണങ്ങൾ, ദൈവത്തിന്റെ നിരൂപണങ്ങൾ And in പൂർത്തീകരിക്കാൻ that there are many works. ആ പ്രവൃത്തിയിൽ ധാരാളം പ്രവൃത്തികൾ That അടങ്ങിയിരിക്കുന്നു. is written in the next verse. അതാണ് ഇവിടെ അടുത്ത വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. We are His workmanship, നാം അവന്റെ കൈപ്പണിയായി created in Christ Jesus for good works. സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തുയേശുവിൽ You see how plenty of works come in there? അവിടെ ധാരാളം പ്രവൃത്തികൾ വരുന്നത് കാണുന്നുണ്ടല്ലോ. No works in verse 9, but plenty of works in verse 10. ആ 9-ാമത്തെ വാക്യത്തിൽ ഒരു പ്രവൃത്തിയുമില്ല, എന്നാൽ 10-ാമത്തെ വാക്യത്തിൽ ധാരാളം പ്രവൃത്തികൾ, സൽപ്രവൃത്തികൾ. That's like saying we don't have any doors and windows in the foundation, but plenty of doors and windows in the superstructure. അത് ഇപ്രകാരം പറയുന്ന പോലെ ഉള്ളൂ. അടിസ്ഥാനത്തിൽ നമുക്ക് അവിടെ വാതിലുകളും ജനലുകളുമില്ല, എന്നാൽ ആ അടിസ്ഥാനത്തിന് മേൽ ധാരാളം ജനലുകളും വാതിലുകളും ഉണ്ടെന്ന് പറയുന്ന So പോലെ no works in the foundation of the Christian life. ക്രിസ്തീയ ജീവിതത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രവൃത്തിയുമില്ല. It's 100% the work of Christ. He said it is finished. 100% യേശു ക്രിസ്തുവിന്റെ ദാനം ആണ് മാത്രമാണ്. അത് കഴിഞ്ഞിരിക്കുന്നു, He പൂർത്തിയായി. said on the cross it is finished. അവൻ കാൽവരി ക്രൂശിൽ പറഞ്ഞു സകലവും നിവൃത്തിയായി എന്ന്. But now, എന്നാൽ ഇപ്പോഴോ after we are born again നമ്മൾ വീണ്ടും ജന്മം and പ്രാപിച്ചതിന് we have ശേഷം, received forgiveness of sins freely, പാപക്ഷമ ലഭിച്ചതിന് ശേഷം now God has a plan for our life. ഇത് ദൈവത്തിന് നമ്മുടെ ജീവിതത്തെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. And listen to this. ശ്രദ്ധിച്ചു കേൾക്കുക. There are certain good works which God prepared way long ago that we should walk in them now. നമ്മൾ ഇപ്പോൾ നടന്ന് ഈ ലോകത്തിൽ ചെയ്യേണ്ട ചില കാര്യങ്ങൾ ദൈവം വർഷങ്ങൾക്ക് മുമ്പേ ദൈവത്തിന്റെ ആ ബുദ്ധിയിൽ അത് നിർണയിച്ചിരുന്ന കാര്യങ്ങളാണ്. Ephesians 1 verse 4 it says, before the foundation of the world He chose us. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം, ലോകസ്ഥാപനത്തിന് മുമ്പേ അവൻ നമ്മളെ തിരഞ്ഞെടുത്തു. That's a tremendous encouragement to me. അത് എനിക്ക് വളരെ ഉത്സാഹം തരുന്ന വാക്യങ്ങളാണ്. That before Genesis 1 verse 1, ഉൽപ്പത്തി 1:1 മുമ്പ്, before He created the heaven and the earth, അവൻ ആകാശവും ഭൂമിയും സൃഷ്ടിക്കുന്നതിന് മുമ്പേ, way back in eternity, ആ നിത്യതയിൽ അവൻ അത് എനിക്കായിട്ട് ഒരുക്കിയിരുന്നു. God could look into the future ദൈവത്തിന് ആ ഭാവിയെ ദർശിപ്പാൻ കഴിയുമായിരുന്നു. and you'd see that one little boy called Zach Poonen is going to be born. ആ സാക് പുനൻ എന്ന് പറയുന്ന ഒരു ചെറിയ കുഞ്ഞ് ലോകത്തിൽ ഇന്ന സമയത്ത് ജനിക്കാൻ പോകുന്നവൻ കണ്ടു. And for many years he'll wander around doing his own things and he won't care about me. അവൻ ചില വർഷക്കാലം എന്റെ കാര്യങ്ങൾ അന്വേഷിക്കാതെ അവന് തോന്നിയതുപോലെ ജീവിക്കുന്നു അവൻ കണ്ടു. But one day I'll get a hold of him. എന്നാൽ ഒരു നാൾ ഞാൻ അവനെ പിടിക്കും. And then I've got a plan for his life. അതിനുശേഷം അവന്റെ ജീവിതത്തെക്കുറിച്ച് എനിക്കൊരു പ്ലാൻ ഉണ്ട്, And this പദ്ധതിയുണ്ട്. is my plan ഇന്ന കാര്യങ്ങളാണ് for എന്റെ the പദ്ധതി. next 50-60 years of his അവന്റെ life. അടുത്ത 56 വർഷത്തെ കാലത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ ഇതാണ്. That gripped me. അതെന്നെ പിടിച്ചു. I said, Lord, I'm excited. ഞാൻ പറഞ്ഞു, ദൈവമേ, ഞാനൊരു കുഞ്ഞാണ്. You made a plan for my life millions of years before I was born. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നീ എന്റെ ജീവിതത്തെക്കുറിച്ച് ഒരു പ്ലാനും പദ്ധതിയും തയ്യാറാക്കിയല്ലോ പിതാവേ.
What a fool I am if I don't try to find out what that plan is. ആ പ്ലാൻ എന്താണെന്ന് ഞാൻ അറിയാത്തവനാണെങ്കിൽ ഞാൻ എന്ത് വിഡ്ഢിയായ വ്യക്തിയാണെന്ന് ഞാൻ He ചിന്തിക്കും. won't show me the whole plan. അവൻ എന്നെ ആ പദ്ധതി മുഴുവനും കാണിക്കുന്നില്ല. The Holy Spirit leads us like the pillar of fire, one day at a time. അത് ആ അഗ്നി സംഭവം പോലെ ഓരോ ദിവസവും നമുക്ക് അതിന്റെ അല്പാൽപമായിട്ട് പരിശുദ്ധാത്മാവ് Pillar വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കും. of cloud led them day by day by day by day. ആ മേഘസ്തംഭം പോലെ ആ അഗ്നി തൂണ് പോലെ ആ ഓരോ ദിവസവും നമുക്ക് അറിയേണ്ടത് ദൈവം വെളിപ്പെടുത്തി നൽകിക്കൊണ്ടിരിക്കും. Israelites did not know which way it would go next morning. അടുത്ത ദിനത്തെ എവിടേക്ക് പോകണമെന്ന് ഇസ്രായേലർക്ക് അറിയില്ലായിരുന്നു. But that is how the Holy Spirit leads us. അതുപോലെയാണ് പരിശുദ്ധാത്മാവ് നമ്മളെ. I want to ask you whether you are gripped by this. ഈ ഒരു സത്യത്തിനാൽ നിങ്ങൾ പിടിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു. I was so gripped by it that I lost all desire to become a great person in the world. ഈ ലോകത്തിലെ ഒരു വലിയ വ്യക്തിയായി തീരാനായിട്ടുള്ള എല്ലാ താല്പര്യങ്ങളും എന്നിൽ നിന്ന് ഞാനത് മാറിയിരുന്നു. I lost all desire to be a great person even in Christendom. ക്രിസ്തീയ ലോകത്തിൽ തന്നെ വലിയൊരു വ്യക്തിയായി തീരാനുള്ള താല്പര്യവും എനിക്ക് നഷ്ടപ്പെട്ടു. I said, those things don't interest me anymore. എന്റെ ജീവിതത്തിലെ താല്പര്യങ്ങൾ ഇതൊന്നും തന്നെയല്ല. God's plan, ദൈവത്തിന്റെ പദ്ധതികൾ, ദൈവത്തിന്റെ whatever നിരൂപണം, it is, അത് എന്ത് തന്നെ wherever it is, അത് എവിടെയായിരുന്നാലും I'll do it. ഞാനത് ചെയ്യും. And that's what changed my whole life. അതാണ് എന്റെ ജീവിതത്തെ സമൂലമായി മാറ്റിയത്. I look at so many Christians who are drifting. ഒഴുകി നടക്കുന്ന ക്രിസ്ത്യാനികളെ ഞാൻ കാണുമ്പോൾ, when I was in the Navy, ഞാൻ നേവിയിലായിരുന്നപ്പോൾ I used to sometimes see a log of wood in the sea. ഈ കടലില് ധാരാളം I had തടിക്കഷ്ണം, one log of wood lying around. ഒരു തടിക്കഷ്ണം അവിടെ കടലിൽ പൊങ്ങിക്കിടക്കുന്നു. Where is it going? അതെവിടേക്ക് പോകുന്നു? It's not going anywhere. അതെങ്ങും പോകുന്നില്ല. And the waves push it this way, it goes this way. ഒരു തിര അടിക്കുമ്പോൾ അത് ഇങ്ങോട്ട് പോകുന്നു. The wind pushes that way, it goes that way. ആ കാറ്റതിനെ അടിക്കുമ്പോൾ അത് വേറെ ദിശയിലേക്ക് പോകുന്നു. Aimless drifting. അത് ഒഴുകി നടക്കുന്നതാണ്, ലക്ഷ്യമില്ലാതെ ഒഴുകുന്നവർ. Perfect picture of many believers. പല വിശ്വാസികളുടെയും ജീവിതത്തിന്റെ ആ ഒരു And ചിത്രമാണ്. then I would see ships. അപ്പോൾ ഞാൻ കപ്പലുകളെ കാണുന്നു. They were not going here and there. അവരെ അങ്ങും ഇങ്ങും പോകുന്നതല്ല. The wind and the waves were beating the ships also. ആ കാറ്റും കോളും തിരയും അവരെ അതിൽ നിന്നും But they had വ്യതിചലിപ്പിക്കുന്നില്ല. a direction to go. അവർക്കൊരു ദിശയുണ്ട്, കടന്നു പോകാൻ I have ദിശയുണ്ട്. to go to Bombay port. ആ ബോംബെ പോർട്ടിലേക്ക് പോകാന്നൊരു ലക്ഷ്യം And if അവർക്കുണ്ട്. the wind pushes them this way, they'll turn towards the port again. ആ കാറ്റ് അവരെ ഈ ദിശയിലേക്ക് തള്ളുമ്പോൾ ആ ബോംബെയിലേക്ക് അവർ ലക്ഷ്യമായി And if the waves push them this way, they turn towards the port again. അപ്പോൾ ആ തിരമാല അവരെ തള്ളി മാറ്റുമ്പോഴും ബോംബെയിലേക്ക് അവർ ആ ലക്ഷ്യം വെക്കുന്നു. That is the Christian life. അതാണ് യഥാർത്ഥ We live in a world where so many forces are trying to push us this way, that way, away from God's will. ആ ദിശയിലും ഈ ദിശയിലേക്ക് നമ്മളെ തള്ളി മാറ്റുന്ന പല കാര്യങ്ങളുള്ള ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ നമ്മുടെ ലക്ഷ്യം നമ്മൾ തെറ്റിപ്പോകരുത്. And that is how so many believers are, just like that log of wood. പല വിശ്വാസികളും അപ്രകാരമുള്ള ആ തടിക്കഷ്ണത്തെ പോലെയാണ് അങ്ങും ഇങ്ങും ഒഴുകി നടക്കുന്നവർ. You ask yourself, my brother, sister, പ്രിയ സഹോദരന്മാരെ, നിങ്ങളോട് തന്നെ ചോദിക്കുക, do you recognize God's got a plan for your life? നിന്റെ ജീവിതത്തിൽ ദൈവത്തിന് നിന്നെ കുറിച്ചൊരു പ്ലാൻ ഉണ്ട്, നിരൂപണമുണ്ട് എന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? The first step is to get to know the scriptures. ആദ്യപടിയായിട്ട് നീ ദൈവത്തിന്റെ വചനം അറിയുക എന്നുള്ളതാണ്. I want to tell you something more about another verse. വേറൊരു വാക്യത്തെ കുറിച്ച് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. 1 Corinthians chapter 10, 1 കൊരിന്ത്യർ 10-ാം അധ്യായം verse 13. 13-ാമത്തെ വാക്യം. This is one of the most wonderful verses in scripture as far as temptation goes. പരിശോധനയെക്കുറിച്ച് ദൈവത്തിന്റെ വചനത്തിൽ പ്രതിപാദിക്കുന്ന ഏറ്റവും മനോഹരമായ ഒരു വാക്യമാണിത്. This verse has encouraged me tremendously. ഈ വാക്യം എന്നെ വളരെ ശക്തമായിട്ട് എന്നെ What a ഉത്സാഹിപ്പിച്ചിട്ടുണ്ട്. lot of treasures we have in scripture. ദൈവത്തിന്റെ വചനത്തിൽ എന്തെല്ലാം ധനങ്ങൾ, നിഗൂഢമായിരിക്കുന്ന ധനങ്ങൾ ഉണ്ട് എന്ന് നമ്മൾ അറിയുന്നു. I love to uncover these treasures and share them with you. ഈ നിഗൂഢമായിരിക്കുന്ന ഈ സമ്പത്തിനെ നിങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Here's one of those treasures. അതുപോലത്തെ ഒരു നിധിയാണിത്. God will never allow you to be tested beyond your ability. നിനക്ക് സഹിപ്പാൻ കഴിയാത്തതിന് മീതെ പരീക്ഷ സഹിപ്പാൻ നേരിടുവാൻ ദൈവം അനുവദിക്കുകയില്ല. In this plan that He's got for your life, നിന്റെ ജീവിതത്തെക്കുറിച്ചുള്ള ആ പദ്ധതിയിൽ He'll allow you to go through many testings. പല പരിശോധനകൾ കൂടി നീ കടന്നു പോകാൻ അനുവദിക്കും. That is like the final examination our children do in school. നമ്മുടെ സ്കൂളുകളിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ ആ വാർഷിക പരീക്ഷ എഴുതുന്നത് പോലെയാണത്. Why do you force your children to go to the school on the examination day? എന്തുകൊണ്ടാണ് പരീക്ഷാ ദിവസം സ്കൂളിൽ പോകാനായിട്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ ഉത്സാഹിപ്പിക്കുന്നത്? That's the one day they don't like to go. ആ ദിവസമാണ് അവർ പോകാൻ താല്പര്യമില്ലാത്തതും. But you force them to go. എന്നാൽ നിങ്ങൾ അവരെ നിർബന്ധിച്ചയക്കും. They say, Mommy, I got stomachache, I got a headache, I got fever. അവർ പറയും, അമ്മേ എനിക്ക് വയറ്റുവേദനയാണ്, തലവേദനയാണ്, പനിയാണെന്നൊക്കെ. So whatever you got to go. എന്തൊക്കെയാണെങ്കിലും നീ പോയേ മതിയാവും. Why you force them to go to a test? എന്തുകൊണ്ടാണ് അവർ പരീക്ഷയ്ക്കായിട്ട് നമ്മൾ കുഞ്ഞുങ്ങളെ നിർബന്ധിച്ചയക്കുന്നത്? Sometimes we ask, why does God test me?
നമ്മൾ ചോദിക്കും, എന്റെ ദൈവമേ എന്തിനാണ് നീ എന്നെ പരീക്ഷിക്കുന്നതെന്ന്. Why do you force your children to go to the test? എന്തുകൊണ്ടാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പരീക്ഷയ്ക്ക് പോകാൻ നിങ്ങൾ അവരെ നിർബന്ധിക്കുന്നത്? Why? എന്തുകൊണ്ട്? Because they'll get a promotion. കാരണം അവർക്ക് അടുത്ത ഒരു ക്ലാസ് കയറ്റം ലഭിക്കും. If they don't go through the test, they don't get the promotion. പരീക്ഷയിലേക്ക് കടന്നു പോകുന്നില്ലെങ്കിൽ അവർക്ക് കയറ്റം ലഭിക്കുകയില്ല. That is the same purpose with which God takes you through a test. അതേ ഉദ്ദേശത്തോടുകൂടിയാണ് ദൈവം To നിങ്ങളെ give you a promotion. നിങ്ങൾക്കൊരു കയറ്റം നൽകാൻ അവൻ ആഗ്രഹിക്കുന്നു. If you miss the test or you fail in the test, you don't get the promotion. നിങ്ങൾ ആ പരീക്ഷയിൽ തോറ്റു കഴിഞ്ഞാൽ, ആ പരീക്ഷയിൽ അകപ്പെടുന്നില്ല എങ്കിൽ നിങ്ങൾ കയറ്റം ലഭിക്കുക. I wanted my children to pass every test. എന്റെ കുഞ്ഞുങ്ങൾ എല്ലാ പരീക്ഷയും പാസ്സാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. I never wanted them to sit in the same class for 2 years. അവരെ ഒരേ ക്ലാസ്സിൽ 2 വർഷം ഇരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. And I'm sure all of you don't want your children to sit for 2 years in any നിങ്ങൾ class. ആരും നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഒരേ ക്ലാസ്സിൽ 2 വർഷം ഇരിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് They എനിക്കറിയാം. must pass. അവരെല്ലാവരും ജയിക്കണം. I said, Lord, I also want to pass every test you send into my life. എന്റെ ജീവിതത്തിലേക്ക് നീ അയക്കുന്ന എല്ലാ പരീക്ഷകളും പാസ്സാകാൻ Because ഞാനും ആഗ്രഹിക്കുന്നു. every test will give me a promotion. കാരണം ഓരോ പരീക്ഷയും എന്നെ അടുത്ത If I കയറ്റത്തിലേക്ക് നയിക്കും. avoid the test ഞാൻ ആ പരീക്ഷ or നിരസിക്കുന്നവനാണെങ്കിൽ, cheat and do something wrong, അവിടെ ഞാൻ എന്തെങ്കിലും കബളിപ്പിച്ച് തെറ്റ് I ചെയ്യുകയാണെങ്കിൽ fail. ഞാൻ അവിടെ തോറ്റു. That is why you see some believers 10 years they're in the same spiritual condition. അതുകൊണ്ടാണ് ചില വിശ്വാസികൾ 10 വർഷക്കാലമായിട്ട് ഒരേ ആത്മീയ നിലവാരത്തിൽ There's no ജീവിക്കുന്നത്. more anointing in their life. അവരുടെ ജീവിതത്തിലെ ആ ആത്മാവിന്റെ അഭിഷേകമില്ല. Just like they lost their temper at home 20 years ago, they're still losing it. 20 വർഷം മുമ്പ് അവർ ഭവനത്തിൽ ഉച്ചവെച്ച് സംസാരിക്കുന്നത് പോലെ തന്നെ ഇപ്പോഴും അവർ കോപിഷ്ഠരായിട്ട് Like they സംസാരിക്കുന്നു. gossiped 15 years ago, they're still gossiping. 15 വർഷം മുമ്പ് അവരെ കുറ്റം പറഞ്ഞിരുന്നവരാണെങ്കിൽ ഇന്നും അവരെ ഗോസിപ്പ് തന്നെ They are sitting in the kindergarten still. അവരിപ്പോഴും ആ നേഴ്സറി ക്ലാസ്സിൽ ഇരിക്കുന്നവർ തന്നെ. They are avoided all the tests. അവരെല്ലാ പരീക്ഷകളും അവരെ ഒഴിവാക്കി മുമ്പോട്ട് പോകുന്നു. The other thing is, എന്നാൽ വേറൊരു you കാര്യം, know if your child is in 4th standard and you send him for the final examination, 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന നിങ്ങളുടെ കുഞ്ഞിനെ നിങ്ങൾ വാർഷിക പരീക്ഷയ്ക്ക് അയക്കുമ്പോൾ you are absolutely sure that the teacher will not give your child a 10th standard question paper. നിങ്ങൾക്ക് 100% ഉറപ്പുണ്ട് ആ അധ്യാപകൻ 10ാം ക്ലാസ്സിലെ ചോദ്യപേപ്പർ അവന് കൊടുക്കുകയില്ല. Not even a 5th standard question paper. അത് 5ാം ക്ലാസ്സിലെ ചോദ്യപേപ്പർ പോലും കൊടുക്കുകയില്ല. He's in 4th standard, he'll get a 4th standard question 4ാം paper. ക്ലാസ്സിലാണെങ്കിൽ 4ാം ക്ലാസ്സിലെ ചോദ്യപേപ്പർ തന്നെ കൊടുക്കും. And I'm sure every child will say, no teacher was so stupid to give me a higher class question paper. എല്ലാ കുഞ്ഞുങ്ങൾക്കും അറിയാം ഒരു അധ്യാപകനും ഉയർന്ന ക്ലാസ്സിലെ ചോദ്യം ആ ക്ലാസ്സിലുള്ളവർ കൊടുക്കുകയില്ല. You know, God says the same thing. അതേ കാര്യമാണ് ദൈവം പറയുന്നത്. He will never allow you to be tested more than your ability. നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ അവൻ സമ്മതിക്കുകയില്ല എന്നാണ് പറയുന്നത്. You think God is less faithful than all those school teachers? ആ സ്കൂളിലെ അധ്യാപകരെക്കാളും അവിശ്വസ്തനാണ് വ്യക്തിയാണോ ദൈവം? Sometimes we think so. നമ്മൾ അങ്ങനെ ചിന്തിക്കും ചിലപ്പോൾ. Have you ever said words like this? ഇങ്ങനെയുള്ള വാക്കുകൾ നിങ്ങൾ എപ്പോഴേലും സംസാരിച്ചിട്ടുണ്ടോ? Oh God, this is getting too much for me. കർത്താവേ, ഇത് ഭയങ്കരമാണല്ലോ, Becoming too much for me. എനിക്കിത് വളരെ പ്രയാസമായി തോന്നുന്നു. What are you saying? എന്താണ് നിങ്ങളിവിടെ പറയുന്നത്? God, you gave me a test beyond my ability. എന്റെ കഴിവിന് മീതെ ഉള്ളൊരു പരീക്ഷ ആണ് നീ തന്നിരിക്കുന്നത് ദൈവമേ. No, it says God is faithful. He will not allow you to be tested beyond your ability. അങ്ങനെയല്ല, ദൈവം വിശ്വസ്തൻ. നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയാത്ത പരീക്ഷ നൽകിയില്ലെന്നാണ് He ദൈവത്തിന്റെ says, വചനം my പറയുന്നത്. grace is sufficient for you. അവൻ പറയുന്നു, എന്റെ കൃപ നിനക്ക് മതി. But this is tough. എന്നാൽ ഇത് പ്രയാസമുള്ളതാണ്. It's like, what if your children say the examination is tough? നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പറയുന്ന പോലെ പരീക്ഷ പ്രയാസമുള്ളതാണെന്ന് But പറയുന്നു. work hard, you'll get a promotion. അതെ, നീ കഠിന പ്രയത്നം ചെയ്യുക, നിനക്കൊരു കയറ്റം ലഭിക്കും. Look at how these people go for this IIT training, examination training, and medical college examination training. For 1 year they sit in some training institute. IITയുടെയും മെഡിക്കൽ എൻട്രൻസിനും ഒക്കെ പഠിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങളെ ഒക്കെ നോക്കുക. ഏകദേശം 1 വർഷത്തിൽ കൂടുതൽ സമയം അവർ അതിനുവേണ്ടി ചെലവഴിക്കുന്നു. Their parents are spending lakhs. അതിന്റെ മാതാപിതാക്കള് ലക്ഷക്കണക്കിന് രൂപ അതിനുവേണ്ടി ചെലവഴിക്കുന്നു. എന്തിനു വേണ്ടി? To face a test. ഒരു പരീക്ഷ അഭിമുഖീകരിപ്പാൻ. Do you think that test is more important than the test God sends into our life? ദൈവം നിങ്ങളുടെ ജീവിതത്തിലേക്ക് അയക്കുന്ന പരീക്ഷകളെക്കാൾ പ്രാധാന്യമേറിയ ടെസ്റ്റ് ആണോ ഈ ടെസ്റ്റുകൾ? Just like some children play the fool and waste all the lakhs of rupees their parents have spent. മാതാപിതാക്കൾ ചിലവാക്കുന്ന ലക്ഷക്കണക്കിന് രൂപ വൃഥാവിലാക്കിക്കൊണ്ട് അവരുടെ മാതാപിതാക്കളെ വഞ്ചിക്കുന്ന And കുഞ്ഞുങ്ങളെ fail in the നിങ്ങൾ നോക്കുക. examination. അതിനുശേഷം ആ പരീക്ഷയിൽ അവർ That is exactly how many of God's children also are. ഇന്ന് പല ദൈവത്തിന്റെ മക്കൾക്കും സംഭവിക്കുന്ന അതേ കാര്യമാണ്. I believe we need to take this more seriously. നമ്മൾ ഈ കാര്യം വളരെ ഗൗരവപൂർവ്വം എടുക്കേണ്ടിയിരിക്കുന്നു. God is faithful. He will never allow you to be tested beyond your ability. നിന്റെ കഴിവിന് മീതെ പരീക്ഷിപ്പാൻ ദൈവം അനുവദിക്കുകയില്ല. അവൻ വിശ്വസ്തനാണ്. That's why I can face the whole future. അതുകൊണ്ടാണ് എനിക്ക് എന്റെ ഭാവി മുഴുവനും അഭിമുഖീകരിക്കാനായിട്ട് കഴിയുന്നത്. Supposing there's some massive temptation
which if it comes to me today will knock me down. വലിയൊരു ആ പരീക്ഷ എൻ്റെ ജീവിതത്തിലേക്ക് ഇന്ന് വന്നു കഴിഞ്ഞാൽ അതെന്നെ താഴെയാക്കും. The devil says, God, can I send this temptation to Zakun? അപ്പോൾ സാത്താൻ ചോദിക്കുന്നു, ദൈവമേ സാക്പുനെ ഈ പരീക്ഷ എനിക്ക് അയക്കാവോ? No. ദൈവം പറയില്ല. He's not strong enough yet. ആ പരീക്ഷ സഹിപ്പാൻ അവന് ശക്തിയില്ല. Next year he asks, can I send it now? അടുത്ത വർഷം എനിക്ക് അയക്കാവോ എന്ന് ചോദിക്കുന്നു. No. ഇല്ല. Maybe after 5 years, ചിലപ്പോൾ 5 വർഷത്തിന് ശേഷം പറ്റിയേക്കും. God tells the devil, now you can send it. സാത്താനോട് പറയുന്നു, ഇപ്പോൾ നീ പരീക്ഷിക്കുക. Now he has come to that class. അപ്പോൾ അവൻ ആ നിലവാരത്തിലേക്ക് വന്നിരിക്കുന്നു എന്ന് പറയും. You know, that is such an encouragement to me. എനിക്കത് എത്ര ഉത്സാഹം തരുന്ന ഒരു വാർത്തയാണ്. That all as I look back through my life, ഞാൻ എൻ്റെ കഴിഞ്ഞ കാല ഭൂതകാലത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ God never gave me a test when I was 21 that he gave me when I was 61. എനിക്ക് 21 വയസ്സുള്ളപ്പോൾ, ഞാൻ 61 വയസ്സുള്ളപ്പോൾ ഉണ്ടായിരുന്നൊരു പരീക്ഷ അവൻ തന്നില്ല. I wouldn't have been ready for it. കാരണം എനിക്ക് അതിനായിട്ടുള്ള പ്രാപ്തിയില്ലായിരുന്നു. How faithful God is. ദൈവം എത്ര So വിശ്വസ്തനെന്നറിയാം. never again say this is too much for me. ഞാൻ ഒരിക്കൽ പോലും ഇനി പറയാനായിട്ട് ആഗ്രഹിക്കുന്ന, ദൈവമേ ഇത് ഭയങ്കര പ്രയാസമുള്ള Lord, കാര്യമാണ്. if the test is tough, you're going to give me grace to overcome it. ആ പരീക്ഷ ശക്തമാണെങ്കിൽ അത് നേടുവാനായിട്ടുള്ള കൃപയും അവൻ എനിക്ക് നൽകും. That test may be a difficult problem in your work, നിങ്ങളുടെ ജോലി സ്ഥലത്തെ ഒരു പ്രയാസമേറിയ ഒരു കാര്യമായിരിക്കാം. maybe a financial difficulty, നിങ്ങളുടെ ജീവിതത്തിലെ ഒരു സാമ്പത്തിക maybe a ബുദ്ധിമുട്ടായിരിക്കാം. difficult husband, ചിലപ്പോൾ ഒരു പ്രശ്നക്കാരനായ or a difficult wife, ഹസ്ബൻഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഭാര്യ or a പ്രശ്നക്കാരിയായിരിക്കാം, difficult son or daughter. അല്ലെങ്കിൽ പ്രശ്നമുണ്ടാക്കുന്ന മകനോ മകളോ ആയിരിക്കാം. Do you know that God can solve every problem? നിങ്ങൾക്കറിയാമോ, ദൈവത്തിന് എല്ലാ പ്രശ്നങ്ങളെയും ഹാൻഡിൽ ചെയ്യാൻ There is കഴിവുള്ളവനാണ്. nothing he cannot solve അവനെ ദൂരീകരിക്കാൻ കഴിയാത്ത ഒരു പ്രശ്നവുമില്ല. if you trust him. അവനെ നിങ്ങൾ But വിശ്വസിക്കുന്നു. without faith, വിശ്വാസം it കൂടാതെ is impossible to please him. ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധ്യമല്ല. So what have I been saying? ഞാനിപ്പോൾ There പറഞ്ഞുകൊണ്ടിരുന്നത് is എന്താണ്? so much that you have missed in the Christian life ക്രിസ്തീയ ജീവിതത്തിൽ നിങ്ങൾക്ക് ധാരാളം കാര്യങ്ങൾ നഷ്ടമായി കഴിഞ്ഞിരിക്കുന്നു. because we have not read the word of God carefully. കാരണം ശ്രദ്ധയോടുകൂടി ദൈവത്തിന്റെ വചനം വായിക്കാതിരുന്നതിനാൽ. A lot of things like this we talk about tomorrow. നാളെ ഇതുപോലെയുള്ള ധാരാളം കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുന്നതായിരിക്കും. You know, there's a difference between listening to a message on a CD and listening to a message in a meeting. ദൈവത്തിന്റെ വചനം മീറ്റിംഗിൽ കേൾക്കുന്നതും CD-യിൽ കേൾക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. You know what it is? നിങ്ങൾക്കറിയാമോ അതെന്താണെന്ന്? In a meeting, the presence of the Lord is there. യോഗത്തിൽ, മീറ്റിംഗിൽ, ഇതുപോലത്തെ മീറ്റിംഗിൽ ദൈവത്തിന്റെ സാന്നിധ്യം നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും. There's no technology that can bring the presence of the Lord into a DVD or a CD. ദൈവത്തിന്റെ സാന്നിധ്യം കൊണ്ടുവരുന്ന ഒരു ടെക്നോളജിയും ഇതുവരെ ആരും കണ്ടുപിടിച്ചിട്ടില്ല. There you'll only get the information and the message. അവിടെ നിങ്ങൾക്ക് ആ കാര്യങ്ങൾ കേൾക്കാം, നിങ്ങൾക്ക് അറിവ് പ്രാപിക്കും. It is second best. അത് ഏറ്റവും നല്ലതല്ല, രണ്ടാമത്തെ നല്ലത്. It's important to meet with the Lord. ദൈവത്തെ മുഖാമുഖമായി കാണുക എന്നുള്ളതാണ് പ്രാധാന്യം. Not just hear a message. അതൊരു വാർത്ത ശ്രവിക്കുന്നത് മാത്രമല്ല. We come together to meet with the Lord. നമ്മളെ ഒന്നിച്ചു കൂടുന്നത് ദൈവത്തിനെ മുഖം അന്വേഷിക്കാൻ. We want to offer that opportunity to everybody. അത് എല്ലാവർക്കും ആ ഒരു അവസരം നൽകുവാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. That's one reason we never take an offering in our meetings. അതുകൊണ്ടാണ് ഞങ്ങളുടെ മീറ്റിംഗിൽ ഒരിക്കൽ പോലും നമ്മളെ ആ സ്തോത്ര കാഴ്ച എടുക്കാത്തത്. I followed that principle for 36 years everywhere I've gone. ഞാൻ കഴിഞ്ഞ 36 വർഷക്കാലമായിട്ട് എവിടെയെല്ലാം പോയിട്ടുണ്ടോ ഞാൻ അവിടെ ഒരിക്കലും സ്തോത്ര കാഴ്ച എടുത്തിട്ടില്ല. Money will not be what we talk about. നമ്മൾ ഇവിടെ പറയുന്നത് പണത്തിന്റെ കാര്യമല്ല. We talk about the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ കാര്യമാണ്. And God will take care of the other things one way or the other. കാര്യങ്ങൾ എല്ലാം ദൈവം നോക്കിക്കൊള്ളും. We have experienced it. ഞങ്ങളത് അനുഭവിച്ചവരാണ്. In every country. എല്ലാ രാജ്യങ്ങളും അത് അനുഭവിച്ചവരാണ്. Including the poorest villages in Tamil Nadu where we have conferences. ഞങ്ങൾക്ക് തമിഴ്നാട്ടിലെ ഏറ്റവും ദരിദ്രമായിട്ടുള്ള ഗ്രാമങ്ങളിൽ പോലും ഈ കാര്യം ഞങ്ങളെ. Dear brother, sister, പ്രിയ സഹോദര സഹോദരി, seek to meet with the Lord when you come to a meeting. നീ മീറ്റിംഗിനായിട്ട് കടന്നു വരുമ്പോൾ ദൈവത്തെ കണ്ടെത്തുവാൻ, ദൈവത്തെ കാണുവാൻ ശ്രമിക്കുക. Let's pray. നമുക്ക് പ്രാർത്ഥിക്കാം. While our heads are bowed in prayer, പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മുടെ തലകൾ വണങ്ങിയിരിക്കുമ്പോൾ what has God spoken to you today? ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് എന്താണ് സംസാരിച്ചത്? Maybe one area, two areas. ചിലപ്പോൾ ഒരു മേഖലയാകാം, അല്ലെങ്കിൽ രണ്ട് മേഖലകളാകാം. Say, Lord, I want to respond to you. കർത്താവേ, ഞാൻ അതിനോട് പ്രതികരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. I don't want to just go to heaven. ഞാൻ സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ മാത്രം ആഗ്രഹിക്കുന്നവനല്ല. I want to live for you and accomplish your plan before I leave this earth.
ഈ ഭൂമിയുടെ വരപ്പ് വിട്ട് ഞാൻ അകലുന്നതിന് മുൻപായിട്ട് നീ എന്നെക്കുറിച്ച് നിരൂപിച്ചിരിക്കുന്ന നിരൂപണങ്ങൾ ചെയ്തു തീർപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. I don't want to be a foolish person like all the others in the world. മറ്റു ലോകത്തിലുള്ളവരെ പോലെ ഞാനൊരു ഭോഷനായി തീരാൻ ആഗ്രഹിക്കുന്നില്ല. Heavenly Father, സ്വർഗീയ പിതാവേ, I know there are only few who will find the way to life. ജീവനിലേക്കുള്ള മാർഗം കണ്ടെത്തുന്നവർ വളരെ ചുരുക്കമാണെന്ന് ഞാൻ അറിയുന്നു. I know some people will not respond. ചില വ്യക്തികൾ ഇതിനോട് പ്രതികരിക്കത്തില്ലെന്ന് എനിക്കറിയാം. But I pray there will be some എന്നാൽ ചിലർ ദൈവത്തിന്റെ who will be വചനത്തോട് gripped tonight, ഇന്ന് രാത്രിയിൽ ഈ സത്യത്താൽ പിടിക്കപ്പെട്ടവർ change their whole life. അവരുടെ ജീവിതത്തെ നീ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. Pray in Jesus' name. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ. Holy Spirit, true.
I surrender all to Him. I freely give. I will ever love and trust Him in His presence daily. I surrender all. I surrender all to Thee, my blessed Savior. I surrender all. പ്രാർത്ഥിക്കാം. നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. കർത്താവേ, ദാനമായി നീ ഞങ്ങൾക്ക് ഈ ജീവിതം തന്നുവെങ്കിൽ ഞങ്ങൾ എപ്രകാരം ജീവിക്കണമെന്ന് ഇന്ന് ഹൃദ്യമായി ദൈവമേ, നീ ഞങ്ങളിൽ നിന്ന് എന്താഗ്രഹിക്കുന്നുവെന്ന് ഹൃദ്യമായി നീ ഞങ്ങളോട് നീ സംസാരിച്ചതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളൊരു കേവല ക്രിസ്ത്യാനികളായിരിക്കാതെ ജീവൻ്റെ സമൃദ്ധിയിൽ ജീവിക്കുന്നവരായി, യേശുവിനെ പോലെ ജീവിക്കുന്നവരായി, സമ്പൂർണ്ണ സമർപ്പണത്തോടെ ജീവിക്കുന്നത് കാണുവാൻ പിതാവ് ആഗ്രഹിക്കുന്നുവെന്ന് ഇന്ന് കർത്താവെ സന്ധ്യാസമയത്ത് ഞങ്ങളെ കേൾപ്പിച്ച അങ്ങയുടെ വിലപ്പെട്ട ആലോചനയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾ വചനം കേട്ട് ഞങ്ങളെ തന്നെ ചതിക്കാതെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഉദ്ദേശം എന്താണ്, ആത്മീയ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ്, അത് തിരിച്ചറിഞ്ഞുകൊണ്ട് കർത്താവെ ആ ക്രിസ്തു എന്ന വിവേകപൂർണ്ണതയുടെ സമ്പത്ത് പ്രാപിക്കുവാൻ തക്കവണ്ണം, ദൈവരാജ്യത്തിൽ ജീവിക്കുവാൻ തക്കവണ്ണം ദൈവമേ ഞങ്ങൾക്ക് നീ കൃപ നൽകി തരുമാറാകണമേ. അങ്ങ് സത്യം മാത്രമായിട്ടല്ല കടന്നു വന്നത്, കൃപയോടുകൂടിയാണ് കടന്നു വന്നതെന്ന് ഞങ്ങൾ അറിയുന്നു കർത്താവെ. ആ കൃപയോടുകൂടി ഇനിയുള്ള ദിവസങ്ങൾ ജീവിക്കുവാൻ ഞങ്ങളുടെ ജീവിതങ്ങൾ പാഴാക്കി കളയാതെ, മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകശൂന്യനായാൽ അവൻ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനാണെന്ന് ഞങ്ങൾ അറിയുന്നല്ലോ കർത്താവെ. എന്നാൽ ദാവീദ് തൻ്റെ തലമുറയിൽ ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്ത് നിദ്ര പ്രാപിച്ചതുപോലെ ഞങ്ങളുടെ തലമുറയിൽ ദൈവം ഞങ്ങളെ ഏൽപ്പിച്ച ശുശ്രൂഷയും ദൗത്യവും ജീവിതവും ദൈവത്തിന് പ്രസാദകരമാവണ്ണം ജീവിച്ച ദൈവത്തെ മഹത്വപ്പെടുത്തി കർത്താവെ അങ്ങേക്ക് വേണ്ടി ജീവിപ്പാൻ ഞങ്ങളെ നീ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന ജനത്തിനായ നന്ദിയോടെ സ്തോത്രം. ദൈവദാസന് കൂടി അനുഗ്രഹിക്കപ്പെട്ട ആലോചനകൾ കേൾപ്പിച്ചതിനായ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ജനങ്ങളുടെ മടക്കയാത്ര ഞങ്ങളുടെ തിരു സാന്നിധ്യം കൂടി ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നാളത്തെ ശുശ്രൂഷയ്ക്ക് യോഗത്തിനായിട്ട് ഞങ്ങൾ ഒരുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ പിതാവേ, ആമേൻ.